Good morning, everyone. നമ്മുടെ എസ് എഫ് എമ്മിൻ്റെ പേപ്പർ 14 എസ് എഫ് എമ്മിൻ്റെ സെക്ഷൻ ഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ ഡി ആണ് എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെക്ഷൻ ബിയിലെ പ്രോബ്ലം ടൈപ്പ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മ്യൂച്വൽ ഫണ്ട് എന്നുള്ള പാർട്ട് തീർന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് മ്യൂച്വൽ ഫണ്ടിലെ തിയറി ടോപ്പിക്സും നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ വളരെ കുറച്ചും കൂടി തിയറി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഷെയർ ചെയ്ത് തരണ്ട. പിന്നെ നമുക്ക് ആ സെക്ഷൻ ബിയിൽ പിന്നെ പെൻഡിങ് ഉള്ളത് കുറച്ച് തിയറി ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ പെൻഡിങ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് തിയറി കവറപ്പ് ചെയ്ത് പോകാം. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ പ്രോബ്ലം കൂടുതലുള്ളത് സെക്ഷൻ ഡി എന്ന് പറഞ്ഞ പാർട്ടിലാണ്. സെക്ഷൻ ഡി ആൾമോസ്റ്റ് വലിയൊരു പാർട്ടാണ്, മ്യൂച്വൽ ഫണ്ട് പോലെയല്ല, വലിയൊരു പാർട്ടാണ്. ഒരു 35 to 40 പ്ലസ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ സെക്ഷൻ ഡിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാണ്ട്. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിലേറെ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് സെക്ഷൻ ഡി. കുറച്ചും കൂടിയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ് സെക്ഷൻ ഡി. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് പ്രോബ്ലംസ് എല്ലാം. ബട്ട് ഇത്രയും ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ടാവും. ആ ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കണം. ആ ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഒക്കെ പോലെയാണ്. അവിടെയും കുറെ ഫോർമുലാസ് ഉണ്ടായിരുന്നു, അതേപോലത്തെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് എന്നാണ് സെക്ഷൻ ഡിയുടെ പേര്. അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എക്സാക്ട്ലി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഓർഡറിലല്ല ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും പ്രോബ്ലംസും ആണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് അതേപോലെ തന്നെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തിയറീസും അതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകും. പിന്നെ പ്യുവർ തിയറീസ് ഉണ്ടാവും, അത് വേറൊരു സെക്ഷൻ ആയിട്ട് നമ്മളത് കവർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ഡി തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ നോട്ട്സും കാര്യങ്ങളും പഠിച്ചു പോയാൽ തന്നെ മതി സെക്ഷൻ ഡിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇനി കുറച്ച് പ്യൂർലി ടെക്നിക്കലായിട്ട് പോവാണ്. ഫസ്റ്റ് തന്നെ എന്താണ് ഡെറിവേറ്റീവ്? അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നോക്കൂ. ഡെറിവേറ്റീവ് ഹാസ് ബീൻ defined as a financial instrument whose value is derived from other variables. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ആ പോയിന്റ് ഒന്നുകൂടി വായിക്കൂ. ഡെറിവേറ്റീവ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് whose value is derived from the value of other variables. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് അറിയണം. ആദ്യം എന്താണ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് അറിയണം. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അതൊരു പീസ് ഓഫ് പേപ്പർ ആണ്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. ഞാൻ ബോർഡും ഒന്നും എഴുതുന്നില്ല, ബേസിക്കലി ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. അപ്പോൾ ഈ പീസ് ഓഫ് പേപ്പറിനൊരു വാല്യൂ ഉണ്ട്. ഈ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്നത്. ആരോടൊരു പീസ് ഓഫ് പേപ്പർ ആണെന്നൊന്നും പറയരുതേ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. ആ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. അപ്പൊ ഈ പീസ് ഓഫ് പേപ്പറും അണ്ടർലൈങ് അസറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡെറിവേറ്റീവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, പീസ് ഓഫ് പേപ്പർ എന്താണ് ഈ അണ്ടർലൈങ് അസറ്റ് എന്ന് ആദ്യം മനസ്സിലാവണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. ഈ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ് ആൽഡ ക്രിസ്റ്റി, ആദ്യം കണ്ട സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആൽഡ ക്രിസ്റ്റി എനിക്ക് ഒരു ചെക്ക് തന്നു. ഒരു 5 lakhs ചെക്ക് തന്നു. ഓക്കെ, അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ? അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേറ്റീവ് അല്ല, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ? അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇതൊരു പീസ് ഓഫ് പേപ്പർ ആവണം. നമ്മുടെ ചെക്ക് ഒരു പീസ് ഓഫ് പേപ്പറാണ്. ആ ചെക്കിന്റെ വാല്യൂ എത്രയാ? ഈ ഒരു ചെക്ക് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, ഇങ്ങനെ ഒരു ചെക്ക് ലീഫിന്റെ കോസ്റ്റ് ചിലപ്പോൾ 5 രൂപയായിരിക്കും അല്ലെ?
ഒരു ചെക്ക് ബുക്കിൽ ഒരു ചെക്ക് ലീഫ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ചിലപ്പോൾ 5 രൂപയായിരിക്കും. ബാങ്കിന്റെ പേര് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഇത്തിരി ക്വാളിറ്റി ഇല്ല, കട്ടിയില്ല, ഹൈ ക്വാളിറ്റി പേപ്പർ ഉണ്ടാവും. നമ്മുടെ നെയിം, ബാക്കിയുള്ള കാര്യങ്ങൾ, അക്കൗണ്ട് നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു പേപ്പർ മാനുഫാക്ചർ ചെയ്യാൻ 5 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷേ ആൽഡ ക്രിസ്റ്റി എനിക്ക് തന്നെ ഈ ചെക്കിന്റെ വാല്യൂ 5 ആണോ? അല്ല. ഈ ചെക്കിന്റെ വാല്യൂ എത്രയാ? 5 lakhs ആണ്. ഈ ചെക്കിന്റെ വാല്യൂ 5 lakhs ആണ്. അപ്പൊ എന്താ ഈ ചെക്കിന്റെ വാല്യൂ 5 lakhs ആവാനുള്ള റീസൺ? വേറൊരു സ്റ്റുഡന്റിന്റെ പേര് നോക്കുന്നു, ആനന്ദ് ദിലീപ്. അപ്പൊ ആനന്ദ് ദിലീപ് എനിക്ക് വേറൊരു ചെക്ക് തന്നു. ആനന്ദ് ദിലീപ് എനിക്ക് 2 ലക്ഷം രൂപയുടെ ചെക്കാണ് തന്നത്. അപ്പൊ ഈ ചെക്ക് ഉണ്ടാക്കാൻ ചിലപ്പോ ഈ ഒരു ചെക്ക് ലീഫിന് വേണ്ടിയിട്ട് ആ പേപ്പറും ആ പ്രിന്റിംഗ് എല്ലാം ചേർത്തിട്ട് ചിലപ്പോ 5 രൂപയായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആനന്ദ് എനിക്ക് തന്ന ആ ചെക്കിന്റെ എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഒരു പീസ് ഓഫ് പേപ്പർ ആണ് ഈ രണ്ടും. അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്തത് ഇതിന്റെ ഉള്ളിൽ ഒരു അസറ്റ് ഉണ്ട്, അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. എന്താ ഈ അണ്ടർലൈങ് അസറ്റ്? ഇതിൽ ഏതാ ഈ അണ്ടർലൈങ് അസറ്റ്? ആൽഡ ക്രിസ്റ്റി എനിക്ക് തന്നപ്പോ ആൽഡ ക്രിസ്റ്റിയുടെ ബാങ്ക് അക്കൗണ്ടിലാണ് 5 ലക്ഷം ഉള്ളത് എന്ന് പറഞ്ഞാൽ ആൽഡ ക്രിസ്റ്റിയുടെ ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആനന്ദ് എനിക്കൊരു പീസ് ഓഫ് പേപ്പർ തന്നപ്പോ, ചെക്ക് തന്നപ്പോ അതിന്റെ വാല്യൂ 2 ലക്ഷമാണ്. എന്തുകൊണ്ടാ? ആ 2 ലക്ഷം ആ ചെക്കിന്റെ ഉള്ളിൽ, ആ ചെക്കിന്റെ വാല്യൂ 2 ആവാനുള്ള റീസൺ ആനന്ദിന് ഒരു അസറ്റ് ഉണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ്, അതിൽ 2 ലക്ഷം രൂപയുണ്ട്. ആ 2 ലക്ഷം രൂപയാണ് ഈ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ. അപ്പൊ ഇതാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ബേസിക്കലി ഒരു പീസ് ഓഫ് പേപ്പർ ആണ്, അണ്ടർലൈങ് അസറ്റ് ആണ്. അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ ഉള്ളിൽ ഒരു അസറ്റ് ഉണ്ട്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ എക്സാമ്പിൾ ആണ്, ഇപ്പോഴത്തെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പണ്ടത്തെ ഒരു എക്സാമ്പിൾ, ഷെയർ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഷെയർ സർട്ടിഫിക്കറ്റ് ഡിമാറ്റ് ഫോമിലാണുള്ളത്, ഡിമെറ്റീരിയലൈസ് ഫോമിലാണുള്ളത്. പണ്ട് ഫിസിക്കൽ ഫോമിലായിരുന്നു. അപ്പൊ ഫിസിക്കൽ ഫോമിൽ ആകുമ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഒരു പീസ് ഓഫ് പേപ്പറാണ്, സർട്ടിഫിക്കറ്റ് ആണ്, ഒരു പീസ് ഓഫ് പേപ്പറാണ്. അപ്പൊ അതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 100 ഷെയർ ഉണ്ടെങ്കിൽ ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്, നമ്പർ ഓഫ് ഷെയർസ് 100 ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിന്റെ ഇന്നത്തെ വാല്യൂ 2000 രൂപയാണെങ്കിൽ 2000 × 100 അറൌണ്ട് 2 lakhs ആണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഉള്ളത്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ ഈ ഷെയർ വിൽക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൂടി ചേർത്തിട്ടാണ് വിൽക്കുക. ആരുടെ കയ്യിലാണോ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് ആളെ നമ്മൾ എന്ത് പറയും? ഷെയർ ഹോൾഡർ എന്ന് പറയും. മെമ്പർ എന്ന് പറയില്ല, ഷെയർ ഹോൾഡർ ആണ് അന്നത്തെ കാലത്ത്. അപ്പൊ ബേസിക്കലി ഷെയർ സർട്ടിഫിക്കറ്റ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. കാരണം അതൊരു പീസ് ഓഫ് പേപ്പർ ആണ്. ഈ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ ചിലപ്പോൾ 2 രൂപ ഉണ്ടാവുള്ളൂ. ഈ പേപ്പർ പ്രിന്റ് ചെയ്യാനും റിലയൻസും നമ്പർ ഓഫ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ ആകെ 2 രൂപ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ 2 രൂപയല്ല ആ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ. ആ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ 2 lakhs ആണ്. എന്തുകൊണ്ടാ? ആ പീസ് ഓഫ് പേപ്പറിന്റെ അകത്ത് ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ഏത് അണ്ടർലൈങ് അസറ്റ്? റിലയൻസിന്റെ ഷെയർ. റിലയൻസിന്റെ ഷെയർ. അപ്പോൾ ഇതാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ബേസിക്കലി ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. എക്സാമിനേഷന് പോയിട്ട് പീസ് ഓഫ് പേപ്പർ ഒന്നും എഴുതി വെക്കരുതേ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. ബട്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പറയാം, അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ അകത്ത് ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ഇനി ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒരാൾക്ക് അസറ്റും രണ്ടാമത്തെ ആൾക്ക്, മറ്റേ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് ഒന്നെങ്കിൽ ഇതൊരു ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഇക്വിറ്റി ആണ്. ഒന്നെങ്കിൽ ഒരു ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഡെറിവേറ്റീവിലോട്ട് നമ്മൾ ഇപ്പോഴും കടന്നിട്ടില്ലേ? ഡെറിവേറ്റീവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ആദ്യം പറയുന്നത്. കാരണം ഡെറിവേറ്റീവ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ആദ്യം എന്താണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അറിയണം, പിന്നീട് നമുക്ക് എന്താ ഡെറിവേറ്റീവ് എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആൽഡ ക്രിസ്റ്റിയുടെ കേസിൽ ആൽഡ എനിക്കൊരു ചെക്ക് തന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. ചെക്ക് ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. അതിന്റെ ഉള്ളിൽ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവണം. അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ഇനി 2 പേരുണ്ട്. ആരൊക്കെ 2 പേര്? ഒന്ന് ഞാനും പിന്നെ ആൽഡ ക്രിസ്റ്റിയും. 2 പേരാണ് ഇവിടെ ഉള്ളത്. ഒരാൾക്ക് അസറ്റും ഒരാൾക്ക് ലയബിലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ആണ്. ഇതിൽ ആർക്കാ ഇത് അസറ്റ്? ആൽഡ എനിക്ക് ചെക്ക് തന്നു. എന്റെ കയ്യിൽ ചെക്ക് ഉണ്ട്. എനിക്കിപ്പോ എന്താണ്? ഇത് അസറ്റ് ആണ്. എനിക്ക് റിസീവബിൾ ആണ്. ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്കിൽ ഞാൻ നമ്മൾ പണ്ട് +1 11th സ്റ്റാൻഡേർഡിലും അല്ലെങ്കിൽ CMA ഫൗണ്ടേഷനിലോ ഇന്റർമീഡിയറ്റിലൊക്കെ പഠിച്ച് ഒരാൾക്ക് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെക്ക് കിട്ടിയ ആൾ അപ്പൊ തന്നെ ഡെബിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് എൻട്രി പാസ് ചെയ്യും. അപ്പൊ എനിക്ക് ബാങ്ക് ഉണ്ട്.
എനിക്ക് ബാങ്ക് ഒരു അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസീവബിൾ ഉണ്ട്, 5 lakhs റിസീവബിൾ ഉണ്ട്. ആളുടെ സംബന്ധിച്ചിടത്തോളം നേരെ ഓപ്പോസിറ്റ് ആണ്. ആളുടെ ഒരു ലയബിലിറ്റി ആണ്, പേയബിൾ ആണ്. ഈ 5 ലക്ഷം രൂപ ആളുടെ പേയബിൾ ആണ്. ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ടാവണം, അത് ആളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ബേസിക്കലി ഇവിടെ ഒരാൾക്ക് റിസീവബിളും ഒരാൾക്ക് പേയബിളും, ഒരാൾക്ക് അസറ്റും ഒരാൾക്ക് ലയബിലിറ്റിയും ആണ്. അപ്പൊ ഇത്രയാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ബേസിക്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡെറിവേറ്റീവ്. അപ്പൊ ഡെറിവേറ്റീവ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് whose value is derived from value of other variables, അല്ലെങ്കിൽ whose value is derived from underlying asset എന്നും പറയാം. പക്ഷെ അണ്ടർലൈങ് അസറ്റ് അല്ല, വേരിയബിൾ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ വേരിയബിൾ? ദ വേരിയബിൾ അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റ് എന്ന് താൽക്കാലികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അണ്ടർലൈങ് അസറ്റ് എന്ന് മനസ്സിലാക്കിക്കോളൂ. എന്താണ് ഈ വേരിയബിൾ? വേരിയബിൾ ഹിയർ ക്യാൻ ബി പ്രൈസ് ഓഫ് ട്രേഡഡ് അസറ്റ്, ഓർ ഇറ്റ് ക്യാൻ ബി വേരിയബിൾ ലൈക്ക് റെഫറൻസ് ഓഫ് റേറ്റ് ഓർ ഇൻഡെക്സ്. ബേസിക്കലി എന്താ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അസറ്റ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു അസറ്റ് ഉണ്ട്, ട്രേഡഡ് അസറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഷെയർസ് ആണ് നമ്മൾ ഏറെക്കുറെ ഉദ്ദേശിക്കുന്നത്. ഷെയർസ് ആണ് ഏറെക്കുറെ ഉദ്ദേശിക്കുന്നത്. ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് കംപ്ലീറ്റ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്തൊരു ഷെയർ ഉണ്ട്. അപ്പൊ ഷെയറിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഈ ഡെറിവേറ്റീവിന്റെ വാല്യൂ ഉള്ളത്. അല്ലെങ്കിൽ ഇൻഡെക്സ്, നിങ്ങൾക്കറിയാം NSE ഇൻഡെക്സ്, BSE ഇൻഡെക്സ് ഒക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് ഫണ്ടൊക്കെ ഉണ്ട്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിഫ്റ്റി കൂടിയാൽ നമുക്ക് പൈസ കിട്ടും, നിഫ്റ്റി കുറഞ്ഞാൽ നമുക്ക് പൈസ പോകും. അല്ലെങ്കിൽ BSE ഇൻഡെക്സ് കൂടിയാൽ നമുക്ക് പൈസ കിട്ടും, BSE ഇൻഡെക്സ് കുറഞ്ഞാൽ പൈസ പോകും. ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ട്രേഡഡ് അസറ്റ് ഷെയർ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ ഒക്കെ വാല്യൂമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡെറിവേറ്റീവിന്റെ വാല്യൂ കിടക്കുന്നത്. ഇവിടെ 4 മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്, പ്രോബ്ലംസിന്റെ പഠിക്കാനുണ്ട്. ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്സ് ആൻഡ് ഓപ്ഷൻ. ഈ 4 കാര്യം നമുക്ക് പഠിക്കാനുണ്ടെന്ന് മാത്രമല്ല, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്യാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ പതുക്കെ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് സെക്ഷൻ ഡിയില് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ പ്രോബ്ലംസ് മനസ്സിലാക്കാനുള്ള വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മനസ്സിലാക്കാനുള്ള വേണ്ടിയിട്ടുള്ള തിയറീസ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു പോകുന്നത്. നെക്സ്റ്റ്, ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഡെറിവേറ്റീവ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവുള്ളൂ അതെന്താന്നുള്ളതൊക്കെ. നേരിട്ട് പ്രോബ്ലം ചെയ്താലും പ്രശ്നമാണ്, ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തിയറി, പിന്നെ പ്രോബ്ലം ചെയ്യുന്നു, പിന്നെ നിങ്ങൾ ഒന്നുകൂടി തിയറി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തിയറിയും ക്ലിയർ ആവും, പ്രോബ്ലം ക്ലിയർ ആവും, ഗ്യാരണ്ടി. അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഡെറിവേറ്റീവ്സ് എന്താണ്? അപ്പൊ എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. ആ പീസ് ഓഫ് പേപ്പറിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഷെയറിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഡെറിവേറ്റീവ്? എന്തിനാണ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്? ഒന്ന് റിസ്ക് ഹെഡ്ജ് ചെയ്യാനാണ്. എന്താ റിസ്ക് ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ. നമുക്ക് ആ പോർഷൻ തന്നെ ഉണ്ട്, ഹെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു പ്രോബ്ലം പോർഷൻ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ട്, ഫ്യൂച്ചർ പ്രോബ്ലം ഉണ്ട്, സ്വാപ്പ് ഉണ്ട്, ഓപ്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ഹെഡ്ജിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് കുറയ്ക്കുകയാണ്. ഇപ്പൊ ചില ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതാണോ CMA, ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്, 2 ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണോ നല്ലത്? അപ്പൊ ചില സ്റ്റുഡൻസ് പറയും, സർ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാ സുഖം, കാരണം സർ ഞങ്ങൾക്ക് 4 പേപ്പർ പഠിച്ചാൽ മതി, ഒരു ഗ്രൂപ്പിൽ 4 പേപ്പറേ ഉള്ളൂ, ആ 4 പേപ്പർ പഠിച്ചാൽ മതി. ഒരു ചില സ്റ്റുഡൻസ് ഉണ്ട്, വളരെ അപൂർവം ചില സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഭയങ്കര ഈസി ആയിരിക്കും, ഒരു ഗ്രൂപ്പ് അവർക്ക് വളരെ ഈസി ആയിരിക്കും, പക്ഷെ അടുത്ത ഗ്രൂപ്പ് അത്ര ഈസി ആയിരിക്കില്ല. അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിൽ കുറച്ചധികം ടഫായിട്ടുള്ള 2-3 പേപ്പർ ചിലപ്പോൾ ടഫ് ആവും. അപ്പൊ അവർ പറയും എന്ത്, 2 ഗ്രൂപ്പ് എഴുതിയേക്കാം. അപ്പോൾ ചോദിക്കും എന്താ ഈ 2 ഗ്രൂപ്പ് ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്? അപ്പൊ അവർ പറയും, സർ ഞങ്ങൾക്ക് ഈ 3rd ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് വളരെ ഈസിയാണ് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ 4th ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് വളരെ ഈസിയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 3rd ഗ്രൂപ്പിൽ എനിക്ക് കോൺഫിഡൻസ് ആണ്, ഈ 4 പേപ്പറിൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടും, 200 അല്ല എനിക്കൊരു 220 ഒക്കെ കിട്ടും. പക്ഷെ 4th ഗ്രൂപ്പ് എനിക്ക് ഇത്തിരി ടഫാണ്.
ഇത്തിരി ടഫാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ എനിക്ക് എന്ത് കിട്ടില്ല, അഗ്രിഗേറ്റ് എല്ലാ പേപ്പറും പാസ്സാവും, ചിലപ്പോൾ അഗ്രിഗേറ്റിന്റെ മാർക്ക് കിട്ടില്ല. അപ്പോൾ രണ്ടും എഴുതുമ്പോൾ ഈ എക്സസ് മാർക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതൊരു ഹെഡ്ജിങ് ആണ്, റിസ്ക് കുറയ്ക്കുന്നൊരു പരിപാടിയാണ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഹെഡ്ജിങ്. അതെങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. റിഡക്ഷൻ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. റിഡക്ഷൻ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനാൻസിങ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ബെറ്റർ ആക്സസ് ടു ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കും. സെയിം തന്നെയാണ് ഇവിടെയും, ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കും. ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് മോർ ആക്സസ് ടു ഫൈനാൻഷ്യൽ മാർക്കറ്റ്. തിയറി ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. അസറ്റ് മാനേജ്മെന്റിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഇതാക്കുന്നുണ്ട്. ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, സ്പെക്യുലേഷൻ, ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് സ്പെക്യുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എന്ത് സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹ കച്ചവടം. അപ്പൊ അധികം കാര്യങ്ങളായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവേ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ്, പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പീസ് ഓഫ് പേപ്പർ ഉണ്ടല്ലോ, ഡെറിവേറ്റീവ് ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഷെയറിന്റെ പ്രൈസ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ പീസ് ഓഫ് പേപ്പർ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഒന്ന് ഹെഡ്ജർ, റിസ്ക് കുറയ്ക്കുന്ന ഒരാള്. ഹെഡ്ജർ എന്ന് പറഞ്ഞാൽ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, സ്പെക്യുലേറ്റർ, ഊഹ കച്ചവടക്കാരൻ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആർബിട്രേജ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതും പ്രോബ്ലം ആണ്. ആർബിട്രേജും പ്രോബ്ലം ആണ്. ആർബിട്രേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നു, ആ ഓപ്പർച്യൂണിറ്റി മുതലാക്കുന്ന ആളാണ് ആർബിട്രേജ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, 2 എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒന്ന് നമ്മുടെ സാധാരണ ഒരു എക്സാമ്പിൾ ആണ്. സാധാരണ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അവക്കാഡോ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ബട്ടർ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ അടിക്കാറുണ്ട്. ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിന് പലപ്പോഴും 150 റുപ്പീസ് വരെയൊക്കെയാണ് കിലോന് വരാറ്. ചിലപ്പോൾ 80, ആ ഒരു പീക്ക് സീസണിൽ അറൌണ്ട് 150 റുപ്പീസ് വരെ കിലോന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം പറഞ്ഞു തരാണ്. നിലമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കേരളത്തിലാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്, നമ്മുടെ കേരള ബോർഡർ ആണ് ആൾമോസ്റ്റ്. അപ്പൊ ഈ നിലമ്പൂർ ടൗണിൽ നിന്ന്, നിലമ്പൂർ എടക്കര വഴിക്കടവ് എന്നൊക്കെ പറയും. അപ്പോൾ വഴിക്കടവ് ഒക്കെ നിലമ്പൂരിന്റെ അടുത്തുള്ള പ്ലേസ് ആണ്. അപ്പോൾ വഴിക്കടവാണ് ഏറെക്കുറെ ഒരു ബോർഡർ ടൗൺ എന്ന് പറയാൻ പറ്റുന്നത്. വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ ചുരമാണ്. ആ ചുരം കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ ആ ചുരം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. തമിഴ്നാട്ടിലാണ്. അപ്പൊ ഒരു 1.5 മണിക്കൂർ ഡിഫറൻസേ ഉള്ളൂ. ഒരു ചുരം കയറണം, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കിലോമീറ്റർ വളരെ കുറവായിരിക്കും, കാരണം ചുരം ഇങ്ങനെ നമ്മൾ കറങ്ങിയായിരിക്കും പോകുന്നത്. അപ്പൊ കിലോമീറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു 1-1.5 മണിക്കൂർ എടുക്കും, കാരണം ഇങ്ങനെ കറങ്ങിയാണ് മുകളിലോട്ട് കയറുന്നത്. അപ്പൊ ആ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ടെങ്കിൽ, ഗൂഡല്ലൂർ ബട്ടർ ഫ്രൂട്ടിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ അന്തം വിടും. ഒരു ബട്ടർ ഫ്രൂട്ടിന് വെറും 2 രൂപയൊക്കെയാണ് വിലയുള്ളത്. ഒരു ബട്ടർ ഫ്രൂട്ടിന് വെറും 2 രൂപയൊക്കെയാണ് ഗൂഡല്ലൂർ വിലയുള്ളത്. അവിടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, ബട്ടർ ഫ്രൂട്ടിന്റെ മരമുണ്ട്. ഗൂഡല്ലൂരിന്റെ ക്ലൈമറ്റ് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കയല്ലേ, നമ്മുടെ ചക്ക പോലെയാണ് അവർക്ക് ബട്ടർ ഫ്രൂട്ട്. നമ്മുടെയൊക്കെ നാട്ടില് ടൗണിൽ ചിലപ്പോൾ ചക്ക സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ടാവും. അതല്ലാതെ ടൗൺ ഒന്നും അല്ലാത്ത, ഇപ്പൊ തൃശ്ശൂർ ഇമ്മീഡിയറ്റ് ടൗൺ ഒന്നും അല്ലെങ്കിൽ ചക്ക വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും അല്ലെ? നമ്മുടെ നാട്ടില് ആരെങ്കിലും ചക്ക പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചിരിക്കും നമ്മള്. കാരണം ചക്ക നമ്മുടെയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ വെറുതെ വീണ് പോകുന്ന ഒരു ഐറ്റമാണ്, ചീഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇതേ ചക്ക നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്തം വിട്ടു പോകും. ഒരു ചക്കയുടെ ചുളയില്ലേ, ഒരു ചുള, ചെറിയൊരു പീസ്, ചുള എന്ന് നമ്മൾ പറയും, നമ്മളിങ്ങനെ തിന്നുന്നത്, അതിന് 50 പൈസ അല്ലെങ്കിൽ 1 രൂപ വില വരെ ഉണ്ട്. അപ്പൊ ഒരു ചക്കയിൽ എത്ര ചുള ഉണ്ടാവും? ഇൻറ്റു 50 പൈസ അല്ലെങ്കിൽ 1 റുപ്പി എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഒരു ചക്കയ്ക്ക് വളരെയധികം വിലയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരാള് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി കാണും.
എന്താണ് കാണുന്നത്? നമ്മുടെയൊക്കെ നാട്ടിൽ വന്നിട്ട് ആളെന്ത് പറയും? ഞങ്ങൾ ആ ചക്ക എടുത്തോളാം, ഒരു ചക്കക്ക് 5 രൂപ. നമ്മൾ വളരെ ഹാപ്പി. 5 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 50 രൂപ തരാമെന്ന് പറയും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം നമ്മുടെ പറമ്പിൽ വെറുതെ വീണ് പോയി നശിക്കുന്ന സാധനമാണ് ഈ ഐറ്റം. വെറുതെ കിട്ടുന്നു 50 രൂപ. അപ്പോൾ പക്ഷെ ഇവരുടെ ഗുണം എന്താ? ഒരു ചുളയ്ക്ക് അവർക്ക് 1 രൂപയ്ക്ക് വെച്ചിട്ട് തമിഴ്നാട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിൽക്കാം. ഇതാണ് ആർബിട്രാജ്. അതേപോലെ തന്നെയാണ് ബട്ടർ ഫ്രൂട്ട്. ആ ഗൂഡല്ലൂർ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ബട്ടർ ഫ്രൂട്ടിന് 2 രൂപയ്ക്ക് കിട്ടും. അവിടെ 5-6 ബട്ടർ ഫ്രൂട്ട് ആയിട്ടുണ്ടെങ്കിൽ 1 കിലോ ആയി. നമ്മുടെ നാട്ടിൽ അത് 150 റുപ്പീസാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവൻ വഴിക്കടവ് നിലമ്പൂർ ഭാഗത്ത് 150 റുപ്പീസാണ്. അപ്പൊ 2 രൂപക്ക് അവിടുന്ന് വാങ്ങിക്കുന്നു, വീട്ടിൽ പോയിട്ട് എടുക്കുന്നു, 10 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്ക് 1 കിലോ കിട്ടി. അതൊന്നും ഇങ്ങോട്ട് ബോർഡർ ഒന്ന് കടത്തണം, GST ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ജീപ്പിൽ കൊണ്ടുപോയിട്ട് താഴത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. 1.5 മണിക്കൂർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 150 റുപ്പീസാണ്. അപ്പൊ ഇതാണ് ആർബിട്രാജ്. വിലയിലുള്ള വ്യത്യാസം കണ്ടിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് എടുക്കുന്ന ആളാണ് ആർബിട്രാജ്. അതെങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ട്, വാല്യൂ കണ്ടുപിടിക്കാനും ഉണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളതും ഒക്കെ ഉണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടി പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ കമ്പനി ഒരു പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും, ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞിട്ട്. ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല ഒന്ന് എഴുതിയെടുക്കണ്ട കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നെറ്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പൊ ഒരു കമ്പനിയുടെ നെറ്റ് അസെറ്റ് നോക്കും. എന്താ നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ? ടോട്ടൽ അസെറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? ഒരു ഷെയറിലുള്ള നെറ്റ് അസെറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഇപ്പൊ പൂട്ടിപ്പോയാലും അതിന്റെ അസെറ്റ് കൂടുതലാണ്, നെറ്റ് അസെറ്റ് കൂടുതലാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അസെറ്റ് എല്ലാം വിൽക്കാം, എന്നിട്ട് ലയബിലിറ്റി എല്ലാം സെറ്റിൽ ചെയ്യാം. എങ്കിലും ബാക്കി ഉണ്ടാവും, ബാക്കിയുണ്ട്. അതാണ് നെറ്റ് അസെറ്റ്. ആ ബാക്കിയുള്ളത് ആർക്ക് കിട്ടും? ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഷെയർ ഹോൾഡർക്ക് എത്ര കിട്ടും എന്ന് മനസ്സിലാവും. അപ്പൊ അതൊരു 50 ആണ് എന്ന് വിചാരിക്കുക. ഇൻട്രൻസിക് വാല്യൂ ഓഫ് എ ഷെയർ, ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഇൻട്രൻസിക് വാല്യൂ 50 ആണ്. മാർക്കറ്റിലും ഇതിന് 50 വാല്യൂ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. മാർക്കറ്റിലും ഇതിന് 50 വാല്യൂ ഉണ്ടാവണം. ഇനി സപ്പോസ് മാർക്കറ്റിൽ എന്തെങ്കിലും റീസൺ കാരണം 30 ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഷെയർ വാങ്ങിക്കണം. കാരണം 50 രൂപ വരെയുള്ള ഷെയറിന് ഇപ്പൊ 30 രൂപയുള്ളൂ. ഈ ഷെയർ നിങ്ങൾ വാങ്ങിക്കണം. എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം അതിന്റെ നെറ്റ് അസെറ്റിന്റെ വാല്യൂലോട്ട് അതിന്റെ എന്തെത്തും എന്നാണ് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ്. ആ പ്രൈസ് എത്തുമ്പോൾ നിങ്ങൾ അത് വിൽക്കുക. അപ്പൊ ഇതും ആർബിട്രേജ് ആണ്. വില കുറഞ്ഞൊരു സാധനം, ചക്ക പോലെ കേരളത്തിലെ ചക്ക വില കുറഞ്ഞ സാധനമാണ്, പക്ഷെ തമിഴ്നാട്ടില് അതിന് ഭയങ്കര വിലയാണ്. അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് പോലെ, ബട്ടർ ഫ്രൂട്ട് തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിൽ വാല്യൂ കുറവാണ്, നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വാല്യൂ കൂടുതലാണ്. അതേപോലെ തന്നെ ഇൻട്രൻസിക് വാല്യൂ, ഈ വില ഇപ്പൊ കുറവാണ്, മാർക്കറ്റിലേറെ കുറവാണ്, അവിടെ പോയിട്ട് അത് വാങ്ങിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഡിമാൻഡും സപ്ലൈയും എന്താവും? ഇക്വിലിബ്രിയം ആവും, പ്രൈസ് സെയിം ആവും. അപ്പൊ നമ്മൾ വിൽക്കുക. അതാണ് എന്ത് പറയുന്നത്? ആർബിട്രേജ്. ആർബിട്രേജർ ഈസ് എ പേഴ്സൺ ഹു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡിഫറൻസ് ഓഫ് പ്രൈസസ് ബിറ്റ്വീൻ ടു മാർക്കറ്റ്സ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്. 4 പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് ഉണ്ട്. ഈ 4 നമുക്ക് പ്രോബ്ലം ആയിട്ട് പഠിക്കാനുണ്ട്. ഫോർവേഡ് കോൺട്രാക്ട്, അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർവേഡ് കോൺട്രാക്ട് ആണ്. അപ്പൊ അവിടെ എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് എന്നുള്ളതും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട്, പിന്നെ ഓപ്ഷൻ കോൺട്രാക്ട്, സ്വാപ്പ്. ഇതാണ് 4 പ്രധാനപ്പെട്ട. ഈ 4 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 4 നമ്മൾ ഓരോ പ്രോബ്ലം, ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ എന്താ ഫോർവേഡ് കോൺട്രാക്ട്? Forward contract is an agreement to buy or sell an asset forward ആണ് at a specified future date at a specified price. അപ്പോൾ ഒന്നുകൂടി വായിച്ചേ. ഫോർവേഡ് കോൺട്രാക്ട് ഒരു എഗ്രിമെന്റ് ആണ്. എന്തിനാ എഗ്രിമെന്റ്? ടു ബൈ ഓർ സെൽ an asset at a specified future date. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഞാനൊരു അസറ്റ് വാങ്ങിച്ചോളാം at a specified price. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. അടുത്തൊരു ക്ലാസ്സിലെ സ്റ്റുഡൻറ് ഐശ്വര്യ. ഫസ്റ്റ് വരുന്ന എ ആണ് ഫസ്റ്റ് കാണുന്നത്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഒക്കെ എ വരുന്ന സ്റ്റുഡൻസ് ഉള്ളത്. പാർട്ടിസിപ്പൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്റ്റുഡൻസിന്റെ പേരാണ് എടുക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ ആൻഡ് മീ. ഇപ്പോൾ ഐശ്വര്യ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാണ് എന്നോട്. അപ്പോൾ എനിക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ
റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു 500 ഷെയർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഐശ്വര്യ പറയാണ്, സാറിൻ്റെ ഷെയർ വിൽക്കാൻ സാറിന് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. പക്ഷെ ഐശ്വര്യ പറഞ്ഞു, സാർ എനിക്കിപ്പോൾ പൈസ ഇല്ല, ഞാനൊരു 2 മാസം കഴിയട്ടെ സാർ, ഞാൻ CMA ഫൈനൽ എഴുതാൻ പോകുന്നുണ്ട്. ഡിസംബറിൽ CMA ഫൈനൽ എഴുതും, ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് റിസൾട്ട് വരും. അപ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ഒരു 4 മാസം സാർ, 4 മാസം കഴിയുമ്പോൾ എനിക്ക് ജോലി കിട്ടും, അപ്പോൾ ഞാനിത് വാങ്ങിച്ചോളാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞു യെസ്, ഓക്കെ എൻറ്റർ ചെയ്യാം. അപ്പോൾ ഐശ്വര്യ എന്താ പറയുന്നത്, 4 മാസം കഴിയുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഷെയർ വാങ്ങിക്കാം ആഫ്റ്റർ 4 months. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഡേറ്റ് ആണ്, സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. മാത്രമല്ല പ്രൈസും പറയും. ഐശ്വര്യ എന്ത് പറയും, സർ ഞാൻ ഒരു 2500 രൂപയ്ക്ക് ഞാൻ ഒരു ഷെയർ വാങ്ങിച്ചോളാം സർ. അപ്പോൾ ഒരു 500 ഷെയർ, ഈച്ച് ഷെയർ 2500 വാങ്ങിച്ചോളാം. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഇതിലുള്ള 2500 ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ഫോർവേഡ് പ്രൈസ്. എന്താ ഫോർവേഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിലുള്ള പ്രൈസ്. ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ് ഫോർവേഡ് പ്രൈസ്. ഇനി സ്പോട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഇനി സ്പോട്ട് കോൺട്രാക്ട് കൂടി പഠിക്കുന്നു. എന്താ സ്പോട്ട് കോൺട്രാക്ട്? ഇറ്റ് ഇസ് ആൻ എഗ്രിമെന്റ് ടു ബൈ ഓർ സെൽ ആൻ അസെറ്റ് ടുഡേ അറ്റ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. അറ്റ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. വേറൊരു സ്റ്റുഡന്റിന്റെ പേര്, അടുത്ത ഏല് വരുന്ന സ്റ്റുഡന്റ് ആൻസി സുനിലാണ്. സോ അടുത്തൊരു കോൺട്രാക്ട്, ഇന്ന് 23rd ഒക്ടോബറിൽ ആൻസി എന്നോടൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാണ്. സാറിൻ്റെ അടുത്തുള്ള ടാറ്റയുടെ 500 ഷെയർ ഞാൻ വാങ്ങിച്ചോളാം, ഇന്ന് തന്നെ വാങ്ങിച്ചോളാം സർ. പ്രൈസ് സർ മാർക്കറ്റിൽ എത്രയാണോ വാല്യൂ ഉള്ളത് ആ പ്രൈസിൽ ഞാൻ വാങ്ങിച്ചോളാം. ഇതാണ് സ്പോട്ട് കോൺട്രാക്ട്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺ ദ സ്പോട്ട് നമ്മൾ പറയില്ലേ, സ്പോട്ടിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്നത്തെ റേറ്റിൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ ചെറുതായിട്ട് ബേസ് ഇങ്ങനെ പ്രോബ്ലത്തിന്റെ ബേസ് ഇടുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ച് എന്റെയും ഐശ്വര്യയുടെയും കേസിലോട്ട് വരുന്നു. ഐശ്വര്യ ഞാൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. 4 മാസം കഴിഞ്ഞിട്ട് ഐശ്വര്യ എൻ്റെ 500 ഷെയർ വാങ്ങിക്കും 2500. അപ്പൊ ഈ 2500 വിളിക്കുന്ന പേരാണ് ഫോർവേഡ് പ്രൈസ്. ഈ പറയുന്ന റിലയൻസിന്റെ ഒരു ഷെയറിന്റെ ഇന്നത്തെ പ്രൈസ് സപ്പോസ് 1800 ആണെന്ന് വിചാരിക്കുക. ഇന്നത്തെ പ്രൈസിന് പറയുന്ന പേരാണ് സ്പോട്ട് പ്രൈസ്. അപ്പൊ 2 കാര്യം നിങ്ങൾ അറിയണം. പ്രോബ്ലം ചെയ്യാൻ അടുത്ത ടോപ്പിക് ഇതിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് 2 കാര്യം അറിയണം. നമ്മൾ ഫസ്റ്റിന് പ്രോബ്ലം പേപ്പർ തുടങ്ങുന്നത് ഫോർവേഡ് കോൺട്രാക്ട് ആണ്. അപ്പൊ ഫോർവേഡ് കോൺട്രാക്റ്റിലുള്ള 2 പ്രൈസ് അറിയണം. ഒന്ന് ഫോർവേഡ് പ്രൈസ് ആണ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ്, ഫ്യൂച്ചറിൽ എടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ്. പിന്നെ സ്പോട്ട് പ്രൈസ് ഉണ്ട്. എന്താ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില, ഇന്ന് ആ ഷെയറിന് എത്രയാണ് വില, അതാണ് സ്പോട്ട്. ഇനി ഫോർവേഡ് കോൺട്രാക്ട് ഈസ് ട്രേഡഡ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ്. അപ്പൊ എന്താണ് ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്ന് അറിയണം. ഇത് ഇനി ഇങ്ങനെ വരാൻ പോകുന്ന വേർഡാണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് ബേസ് ആണ്, നമ്മുടെ പ്രോബ്ലം മനസ്സിലാക്കാനും അതേപോലെ തന്നെ ചില ഇമ്പോർട്ടൻറ്റ് തിയറീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയണം. ഫോർവേഡ് കോൺട്രാക്ട് ട്രേഡ് ചെയ്യുന്നത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലാണ്. എന്താ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് contract is made between 2 financial institution or between a financial institution and one of its client. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിലല്ല ട്രേഡിംഗ് നടക്കുന്നത്. ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും ഷെയർ മാർക്കറ്റിലാണ്, അല്ലെ? ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും ഷെയർ മാർക്കറ്റിലാണ്. പക്ഷേ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് വാങ്ങിക്കുന്നത്, ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നതും വിൽക്കുന്നതും ഷെയർ മാർക്കറ്റിലല്ല. അതിന് അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല. പിന്നെ ആരാണ് ഇതിൽ? എന്താണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്? അപ്പൊ എന്താ ഓവർ ദ കൗണ്ടർ? കൗണ്ടറിൽ പോയിട്ട്, അതാണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, മീൻ നിങ്ങൾ എവിടുന്ന് വാങ്ങിക്കുന്നു? ഒരു മീൻ മാർക്കറ്റിൽ നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ മീൻ കടയിൽ പോകുന്നു, അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നു, അത് ഓവർ ദ കൗണ്ടറാണ്. നമ്മൾ മീൻ മാർക്കറ്റിൽ പോകുന്നു, അവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ പോലെ ഉണ്ടാവും, അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നു, അത് ഓവർ ദി കൗണ്ടർ ആണ്.
അതല്ല ചിലപ്പോൾ നമ്മുടെ നാട്ടും പുറത്തും അല്ലെങ്കിൽ ചില റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഒരാളിങ്ങനെ ബൈക്കിലോ അല്ലെങ്കിൽ എന്താ പറയാ സൈക്കിളിലൊക്കെ മീൻ കൊണ്ടുവരും. അങ്ങനെ അവർ പോകുന്ന സൗണ്ടൊക്കെ വെച്ചിട്ട് മീൻ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ മാർക്കറ്റൊന്നും അത്ര അടുത്തില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് വാങ്ങിക്കും. ആ ബൈക്കിൽ വരുന്ന അല്ലെങ്കിൽ സൈക്കിളിൽ വരുന്ന മീൻ കച്ചവടക്കാരുടെ അടുത്ത് വാങ്ങിക്കും. അത് ഓവർ ദ കൗണ്ടർ അല്ല, കാരണം അവിടെ കൗണ്ടർ ഇല്ല. അപ്പോൾ ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടറിൽ പോയിട്ട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് ഇപ്പോൾ മീനൊക്കെ മറക്കുന്നു, ഷെയർ മാർക്കറ്റിലോട്ട് വരുന്നു. ഡെറിവേറ്റീവ്സ് എവിടെ പോയിട്ട് വാങ്ങിക്കാം? 2 ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 2 ബാങ്കുകളാണ് തമ്മിൽ ഇടപാട്, അല്ലെങ്കിൽ 2 ഇൻഷുറൻസ് കമ്പനീസ് ആണ് ഇടപാട്, അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് ഇടപാട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്കും അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഒരു ബാങ്കും ഇൻഷുറൻസ് കമ്പനിയും അസറ്റ് മാനേജ്മെന്റ് കമ്പനിയും. അപ്പോൾ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് 2 ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ക്ലയന്റും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളൊരു ഷെയർ ബ്രോക്കറോട് പറയാണ് ഒരു ഡെറിവേറ്റീവ് വാങ്ങിച്ചു താ. ഷെയർ ബ്രോക്കറോട് പറയാണ് പ്ലീസ് ബൈ മീ എ ഡെറിവേറ്റീവ്. ഒരു ഡെറിവേറ്റീവ് നിങ്ങൾ പോയിട്ട് വാങ്ങിക്കേ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ബ്രോക്കർ നമുക്ക് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഒരു ക്ലയന്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർവേഡ് കോൺട്രാക്ട്. അപ്പോൾ ഇതിടക്ക് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട്, ഓപ്ഷൻ കോൺട്രാക്ട്, സ്വാപ്പ്, പിന്നെ അതിന്റെ താഴെ വായിച്ചിട്ടുണ്ടെങ്കിൽ വാറന്റ്, ലീപ്, ബാസ്ക്കറ്റ്, സ്വാപ്ഷൻസ്, പിന്നെ വേറെയും കുറെ ചാപ്റ്റേഴ്സ് വരാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാം പല പല ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിക്കും. അപ്പൊ പലപ്പോഴും ഇങ്ങനെ തിയറി ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് ഇടയ്ക്ക്. തിയറി ആയിട്ട് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിന് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ യു ബൈ ഫ്രം ദി ഓവർ ദ കൗണ്ടർ, ഓർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ യു ബൈ ഫ്രം വിച്ച് കനോട്ട് ബി ബോട്ട് ഫ്രം ഓവർ ദ കൗണ്ടർ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫോർവേഡ് കോൺട്രാക്ട് ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഓവർ ദ കൗണ്ടർ ആണ്. 2 ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ ക്ലയന്റും ഒക്കെ തമ്മിൽ. ഇനി ഫ്യൂച്ചർ കോൺട്രാക്ട് ഉണ്ട്. ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഫോർവേഡ് കോൺട്രാക്റ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ. ആ ഡിഫറൻസ് ഒന്ന് നോക്കി, നിങ്ങൾ ആ വേർഡ്സ് നോക്കൂ. ഫ്യൂച്ചർ കോൺട്രാക്ട് ഇസ് എൻ എഗ്രിമെന്റ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ്. സെയിം ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റും ഇത് തന്നെയാണ്, എഗ്രിമെന്റ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. സെയിം ആണ് ഫ്യൂച്ചർ ഡേറ്റ്. അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. അതുവരെ സെയിം ആണ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് വാങ്ങിക്കുന്നത്, ഒരു സ്പെസിഫൈഡ് പ്രൈസിലാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, വിത്ത് ഇൻവോൾവ്മെന്റ്സ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ എ ക്ലിയറിംഗ് ഹൗസിംഗ് മെമ്പർ. ക്ലിയറിംഗ് ഹൗസിംഗ് മെമ്പർ എന്ന് പറഞ്ഞാൽ ബ്രോക്കറാണ്, ഷെയർ ബ്രോക്കർ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇവിടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. അതാണ് ഫ്യൂച്ചർ കോൺട്രാക്ട്. മാത്രമല്ല അടുത്തൊരു പോയിന്റ് കൂടി വരണം, എക്സ്ചേഞ്ച് സ്പെസിഫൈസ് സെർട്ടൻ സ്റ്റാൻഡേർഡൈസ്ഡ് ഫീച്ചർ ഓഫ് ദി കോൺട്രാക്ട്. അപ്പൊ ഈ കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട് 2 ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ഒരു ക്ലയന്റും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ആ കോൺട്രാക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഈ 2 ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ക്ലയന്റിനും തീരുമാനിക്കാം. എന്തായിരിക്കണം അതിന്റെ ടേംസ്, എത്രയായിരിക്കണം അതിന്റെ പ്രൈസ്, എത്ര എണ്ണം വാങ്ങിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആർക്ക് തീരുമാനിക്കാം? ആ പാർട്ടീസിന് തീരുമാനിക്കാം. പക്ഷെ ഫ്യൂച്ചർ കോൺട്രാക്ട് അങ്ങനെയല്ല, സെയിം ആണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇത് ഷെയർ മാർക്കറ്റിൽ നിന്ന് പോയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ പോയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പൊ ഷെയർ മാർക്കറ്റ് ആയതുകൊണ്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഷെയർ മാർക്കറ്റ് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ഫീച്ചർ. തോന്നിയ എമൗണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു എമൗണ്ടിനൊക്കെ ലിമിറ്റ് ഒക്കെ ഉണ്ട്. നമ്മളത് പിന്നീട് പഠിക്കും. ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലം ആണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇപ്പൊ 2 കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ ആണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് വേണമെങ്കിലും ആവാം. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇതേ സാധനം ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്ട്. ഷെയർ മാർക്കറ്റ് ആയതുകൊണ്ട് അതിന്റെ ചില സ്റ്റാൻഡേർഡൈസ് ഫീച്ചർ ഉണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻസ് കോൺട്രാക്ട് ഉണ്ട്. എന്താ ഓപ്ഷൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നോക്കാം. ഓപ്ഷൻ ഈസ് എ ഡെറിവേറ്റീവ് വെർ എ ബയർ ഓർ ഹോൾഡർ ഓഫ് ഓപ്ഷൻ ഹാസ് ദി റൈറ്റ് ടു ബൈ ഓർ സെൽ അറ്റ് അണ്ടർലൈങ് അസറ്റ് അറ്റ് an agreed price to the seller of option. It can be traded both at over the counter or exchange. ഒന്നെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ.
there are two types of option, call and put option. നമുക്കിത് പഠിക്കാനുണ്ട്, ഓപ്ഷൻസ് പ്രോബ്ലം തന്നെ പഠിക്കാനുണ്ട്, അവിടെ കോൾ ഓപ്ഷൻ പഠിക്കാനുണ്ട്, പുട്ട് ഓപ്ഷൻ പഠിക്കാനുണ്ട്, അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ ഒക്കെ മേക്ക് ചെയ്യാൻ പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അപ്പം പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ എക്സാമ്പിൾ പറയുന്നു, ഫ്യൂച്ചറിന്റെ എക്സാമ്പിൾ പറയുന്നു, ആൻഡ് ഓപ്ഷൻസിന്റെ എക്സാമ്പിൾ പറയുന്നു. അപ്പൊ ഞാനും ആൻഡ് എൻ്റെ ബ്രോക്കറും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഇൻഡിവിജ്വലും, ഞാനാണ് ക്ലയന്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ഡെറിവേറ്റീവ് വേണം. ഒരു ചോദിച്ചു, ഓക്കെ ഞങ്ങൾ വാങ്ങിച്ചു തരാം. എത്ര വേണ്ടത്? ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരൊക്കെ പറയും, അതിന്റെ ബേസിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡെറിവേറ്റീവ് വേണം, 1000 ഡെറിവേറ്റീവ് വേണം. ഓക്കെ, എത്ര മാസത്തേക്കാ? 4 മാസം കഴിഞ്ഞിട്ട്. ഓക്കെ, എത്ര പ്രൈസ്? 500. ഓക്കെ, ഡീൽ. ഓക്കെ, ഡീൽ. അപ്പോൾ ഇതാണ് ഫോർവേഡ് കോൺട്രാക്ട്. 4 മാസം കഴിഞ്ഞു ഈ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തു. ഞാനും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എൻ്റെ ബ്രോക്കറും തമ്മിലാണ്. 4 മാസം കഴിയുമ്പോൾ അവർ 1000 എണ്ണം വാങ്ങിക്കും, 500 രൂപ ഞാൻ കൊടുക്കണം ഒരെണ്ണത്തിന്. അപ്പോൾ 500 × 1000, 5 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷെ 4 മാസം കഴിഞ്ഞപ്പോൾ ആര് പണി തന്നു? COVID-19 പണി തന്നു. എൻ്റെ ബിസിനസ് ഒക്കെ ഡള്ളായി, എനിക്ക് ക്യാഷ് ഇല്ല. അപ്പൊ ഞാൻ ബ്രോക്കറെ വിളിച്ച് പറയണേ, അതെ എനിക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ടൈറ്റ് ആണ്. ബ്രോക്കർ എന്ത് പറയും? ബ്രോക്കർ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഫോർവേഡ് കോൺട്രാക്റ്റാ, പിന്മാറാൻ പറ്റില്ല, 5 ലക്ഷം രൂപ കൂടെ തന്നേക്ക്, ഇല്ലെങ്കിൽ കേസിന് പോകൂട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ആണ് ഇവിടെ. ആ കോൺട്രാക്റ്റ് ഹോണർ ചെയ്തേ പറ്റൂ. എനിക്കിതൊന്ന് പിന്മാറാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ വേറൊരു അടവെടുത്തു. എന്ത് അടവെടുത്തു? ഞാൻ പറയുന്നത് പ്രൈസ് 500 ആണ്. ഞാൻ അവരോട് ഞാൻ അന്ന് മാർക്കറ്റിൽ പോയിട്ട് നോക്കി, മാർക്കറ്റിൽ ഇതിന് വെറും 400 രൂപയുള്ളൂ. ഞാൻ വാങ്ങിക്കാമെന്ന് പറയുന്നത് ഷെയർ ആണല്ലോ, ഈ ഷെയറിന് മാർക്കറ്റിൽ വെറും 400 രൂപയുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ സാർ എന്തും കണ്ടിട്ട് 500 പറഞ്ഞത്? അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മാർക്കറ്റിൽ ചിലപ്പോൾ 600 ഒക്കെ ആവും. അപ്പൊ ഇപ്പൊ തന്നെ ഒരു കോൺട്രാക്റ്റിൽ 500 രൂപക്ക് എൻട്രി ചെയ്തേക്കാം. അപ്പൊ ഞാൻ ബ്രോക്കറോട് അടവ് മാറ്റിയിട്ട് പറഞ്ഞു, അതെ മാർക്കറ്റിൽ 400 ഉള്ളൂ കേട്ടോ, ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോളാം. ബ്രോക്കർ എന്ത് പറയും? അതൊന്നും പറ്റില്ല, നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിലാണ്, നിങ്ങൾക്ക് പിന്മാറാനൊന്നും പറ്റില്ല. മര്യാദക്ക് 1000 ഷെയർ വാങ്ങിച്ചോ 500 രൂപയ്ക്ക്. മാർക്കറ്റിലെ റേറ്റ് ഒന്നും ഇവിടെ ബാധകമല്ല, കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, നിർബന്ധത, വാങ്ങിച്ചേ പറ്റൂ. നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് നടക്കുന്നത്? ഷെയർ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. അത്രേ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഷെയർ മാർക്കറ്റിലോട് പോയിട്ട് പറയാണ് എനിക്ക്. അപ്പൊ ഷെയർ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ 2 ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ വേറൊരാളെടുക്കുന്നു, നമ്മുടെ ക്ലാസ്സിലുള്ള ഓക്കെ എ ആണല്ലോ ഫസ്റ്റ്. ഓക്കെ, അനീറ്റ. അപ്പൊ ഇത് ഷെയർ മാർക്കറ്റ് ആണ്, ഇവിടെ ഷെയർ മാർക്കറ്റ് ആണ്. അപ്പൊ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എന്ത്, ഞാനൊരു ഷെയർ ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, ഒരു ആപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ഒരു ബ്രോക്കറുടെ വെബ്സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പ് ആയിരിക്കും. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു 1000 ഡെറിവേറ്റീവ് വേണം, പീരീഡ് 3 മാസമാണ്, ഷെയർ ഏതാന്ന് പറഞ്ഞു, റിലയൻസ്, ഒരു പ്രൈസ് 500 ആന്ന് പറഞ്ഞു. അപ്പൊ വെബ്സൈറ്റിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ എൻട്രി അടിക്കും. അപ്പൊ ഇത് ഓക്കെ ആയിട്ട് അപ്പുറത്തെ ആൾക്കാരുണ്ടാവും. അപ്പുറത്ത് ചിലപ്പോൾ ആൻസി ഉണ്ടാവും. ആൻസി ഈ ഒരു സെയിം കാറ്റഗറി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ആൻസി പറഞ്ഞു ഓക്കെ ഡീൽ. ഓക്കെ, അതോടുകൂടി എന്തായി? ഡീൽ ഇപ്പൊ ഞാനും ആൻസിയും തമ്മിലായി. ത്രൂ ഷെയർ മാർക്കറ്റ് ആണ്. അപ്പൊ ഇതും സെയിം കാര്യം എങ്ങനെയാണ്? ഇതിപ്പോ എന്തായിട്ട് മാറി? ഫ്യൂച്ചറായി. ആദ്യം പറഞ്ഞത് ഞാനും എൻ്റെ ബ്രോക്കറും, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ക്ലയന്റും, അത് ഫോർവേഡ് കോൺട്രാക്ട്. ഇപ്പോ ഷെയർ മാർക്കറ്റ് ത്രൂ ഞാനും ആൻസിയും, ഇത് ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ആൻസിനോട് പറഞ്ഞിരിക്കുന്നത് ത്രൂ ഷെയർ മാർക്കറ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. 3 മാസമായി. ഇപ്പൊ ഞാൻ ആൻസിനോട് പറഞ്ഞു, ആൻസി ഞാനിതൊന്ന് പിന്മാറും കേട്ടോ, കാരണം 400 രൂപയ്ക്ക് എനിക്ക് മാർക്കറ്റിൽ കിട്ടും. ആൻസി എന്ത് പറയും? അതൊന്നും പറ്റില്ല, കോൺട്രാക്റ്റാ, ഓണർ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഷെയർ മാർക്കറ്റിൽ അറിയിക്കും, അവരെന്താ ചെയ്യും. അല്ലെങ്കിൽ ആൻസിനോട് ഞാൻ പറയണം, ആൻസി COVID-19 എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ആൻസി എന്ത് പറയും? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, കോൺട്രാക്ട് ഹോണർ ചെയ്യണം. അതാണ് ഫ്യൂച്ചർ. അപ്പൊ ഫോർവേഡ് കോൺട്രാക്ട് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എന്ത് ചെയ്തേ പറ്റൂ? കോൺട്രാക്ട് ഹോണർ ചെയ്തേ പറ്റൂ. ഇനി നമ്മളിപ്പോ പഠിക്കുന്നത് ഓപ്ഷനാണ്. ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ആ കോൺട്രാക്ട് ആവുന്ന സമയത്ത് അവിടെ ബയ്യർ വാങ്ങിക്കാം എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ സെല്ലർ വിൽക്കാം എന്ന് പറയുന്ന ആൾക്കോ തീരുമാനം എടുക്കാം ആ കോൺട്രാക്ട് ഹോണർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്.
അപ്പൊ ഇത് ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചറും പോലെ തന്നെയാണ്. ആ ഒരു വ്യത്യാസം, ഫോർവേഡ് കോൺട്രാക്ട് ഓവർ ദ കൗണ്ടർ ആണ്, കോൺട്രാക്ട് ഹോണർ ചെയ്തേ പറ്റൂ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ കൂടെ വാങ്ങിക്കുന്നതാണ്, കോൺട്രാക്ട് ഹോണർ ചെയ്തേ പറ്റൂ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓവർ ദ കൗണ്ടർ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ത്രൂ വാങ്ങിക്കാം. പക്ഷേ ഇത് ഫോർവേഡ് കോൺട്രാക്ട് ഫ്യൂച്ചറും ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഇത് ഫോർവേഡ് കോൺട്രാക്ട് ആണ്, കാരണം ഓവർ ദ കൗണ്ടർ ആണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചർ ആണ്, എന്ത് ഇവിടുന്ന് വാങ്ങിക്കാം, ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം, എല്ലാം സെയിം ആണ്. ആ ഒരൊറ്റ വ്യത്യാസം ഉള്ളത് ആ ബയ്യർ അല്ലെങ്കിൽ സെല്ലർക്ക് എന്ത് തീരുമാനിക്കാം, ആ ഫ്യൂച്ചർ ഡേറ്റ് എത്തുമ്പോൾ ആ കോൺട്രാക്ട് ഹോണർ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അപ്പൊ ഞാനിപ്പോ ആൻസിനോട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്, ആൻസി ഞാൻ 500 എണ്ണം 500 രൂപക്ക് വാങ്ങിച്ചോളാം. അപ്പൊ മാർക്കറ്റിൽ ഇതിന് വാല്യൂ 400 ആണ്, ഇതിന് വാല്യൂ 400 ആണ്. ഞാൻ ഈ കോൺട്രാക്ട് ഹോണർ ചെയ്യോ? ഇല്ല, ഞാൻ പ്ലേറ്റ് മലർത്തും. ഞാൻ എന്ത് പറയും, ആൻസി എനിക്ക് വേണ്ടട്ടോ എന്ന് പറയും. പാവ ആൻസി എന്താവും, ശശിയാവും. നെക്സ്റ്റ് വേറൊരു ഓപ്പോസിറ്റും ഉണ്ടാവാം. മാർക്കറ്റിൽ ഞാൻ വാങ്ങിക്കുന്നത്, മാർക്കറ്റിൽ പ്രൈസ് 500, നമ്മുടെ കോൺട്രാക്റ്റിൽ പ്രൈസ് 500, മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് 600. ആൻസി എന്നെ ശശിയാക്കും. ആൻസി എന്ത് പറയും, അതെ ഞാനിപ്പോ വിൽക്കുന്നില്ല കേട്ടോ. എന്താ ആൻസി വിൽക്കാത്തെ? കോൺട്രാക്റ്റിൽ 500, ഇത് മാർക്കറ്റിൽ വിറ്റിട്ടുണ്ടെങ്കിൽ ആൻസിക്ക് 600 കിട്ടും. അപ്പൊ ഇത് ഓപ്ഷൻ ആണ്. ബയ്യർക്കോ സെല്ലർക്കോ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാൻ പറ്റും. അതിൽ ഒരെണ്ണം കോൾ ഓപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബയ്യർക്ക് പിന്മാറാൻ പറ്റുന്ന ഓപ്ഷനെ വിളിക്കുന്ന പേരാണ് കോൾ ഓപ്ഷൻ, സെല്ലർക്ക് പിന്മാറാൻ പറ്റുന്ന ഓപ്ഷനെ വിളിക്കുന്ന പേരാണ് പുട്ട് ഓപ്ഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓപ്ഷൻ എന്താന്ന് പഠിക്കാണ്ട്, കോൾ ഓപ്ഷൻ എന്താന്ന് പഠിക്കാണ്ട്, പുട്ട് ഓപ്ഷൻ എന്താന്ന് പഠിക്കാണ്ട്, ഓപ്ഷന്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്, കോൾ ഓപ്ഷന്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്, പുട്ട് ഓപ്ഷന്റെ പ്രോബ്ലം ചെയ്യാറുണ്ട്, ഓപ്ഷൻ ഡിസൈഡ് ബേസ് ചെയ്തിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനുണ്ട്, കോൾ ഓപ്ഷൻ മേക്ക് ചെയ്തിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാണ്ട്, പുട്ട് ഓപ്ഷൻ മേക്ക് ചെയ്തിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ പഠിക്കാനുള്ള ബേസിക് ആണ് ഞാനിപ്പോ ഇട്ട് തരുന്നത് എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് സ്വാപ്പ്. A swap is a deal over the counter agreement between buyer and seller to exchange cash flows in future. അപ്പോൾ ഓവർ ദി കൗണ്ടർ ആണ്, അപ്പൊ ഷെയർ മാർക്കറ്റിലല്ല, ഓവർ ദി കൗണ്ടർ ആണ്. ഡീൽ എന്താണ്? ക്യാഷ് ഫ്ലോസ് ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. Swap agreement can be made for exchange of currency or interest payable in future. ഇതും നമുക്ക് പഠിക്കാനുണ്ട്. സ്വാപ്പ് പഠിക്കാണ്ട്, കറൻസി സ്വാപ്പും പഠിക്കാണ്ട്, ഇൻട്രസ്റ്റ് സ്വാപ്പും പഠിക്കാണ്ട്, പ്രോബ്ലം ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇതിന്റെയൊക്കെ ഹെഡ്ജിങ്ങും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു. നമ്മുടെ ശിവശങ്കറും സ്വപ്നയും, ഓക്കെ, ഇവരൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. സ്വപ്ന പറയുന്നത്, ഇന്നിപ്പോൾ 23 ഒക്ടോബർ ആണ്, സ്വപ്ന പറയുന്നത് 23 നവംബറിൽ എന്ന് പറഞ്ഞ ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങൾക്ക് ഒരു $5000 തരാം. ഒരു ഡോളറിന് റേറ്റ് 85 പ്രകാരം. അപ്പോൾ എന്ത് തരാന്നാ പറയുന്നത്? ഡോളർ തരാം. നിങ്ങൾ പകരം എനിക്ക് എന്ത് തരണം? ഇന്ത്യൻ റുപ്പി തരണം. പകരം എന്ത് തരണം? ഇന്ത്യൻ റുപ്പി തരണം. ഇതാണ് കറൻസി സ്വാപ്പ്. അതായത് ഞാൻ നിങ്ങൾക്ക് ഡോളർ തരും, നിങ്ങൾ എനിക്ക് പകരം എന്ത് തരണം? ഇന്ത്യൻ റുപ്പി തരണം. ഇതാണ് കറൻസി സ്വാപ്പ്. ഇനി അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് സ്വാപ്പ് ഉണ്ട്. ഇൻട്രസ്റ്റ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ആണ്, പ്രോബ്ലംസ് മനസ്സിലാക്കാനുള്ള ബേസിക്സ് ആണ്. രണ്ട് തരത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു 2 മിനിറ്റ് ഇത്ര ഡീറ്റെയിൽ ഇട്ട് നിങ്ങൾക്ക് കൂടി അറിയാനുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നു. നിങ്ങൾ ഹൗസിംഗ് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഫ്ലോട്ടിംഗ് ആണോ എന്ന് ബാങ്കുകാർ ചോദിക്കും. അധിക പേരും ഫിക്സഡിനെ പോവുള്ളൂ കേട്ടോ, ഫിക്സഡ് ഇൻട്രസ്റ്റിനെ പോവുള്ളൂ. ഇത്തിരി പേടി കൊണ്ടൊക്കെയാണ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് വളരെ ഫിക്സഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നു, ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് 10% ആണെന്ന് വിചാരിക്കുക. 20 ഇയേഴ്സിനാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ഈ ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പൊ 20 ഇയേഴ്സിലും ഈ ഇൻട്രസ്റ്റ് ഫിക്സഡ് ആണ്, 10%. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇടയ്ക്ക് RBI വരും. RBI ഇടയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റും.
റെപ്പോ റേറ്റ് മാറ്റും, അതേപോലെ ലിബോർ മാറ്റും, കുറെ റേറ്റ്സ് ഉണ്ട്. ആ റേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇത് മാറ്റുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ RBI വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, അപ്പൊ ബാങ്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, 9% ആക്കി. ഓക്കെ, എന്ന് പറഞ്ഞാൽ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണെങ്കിൽ എന്ത് കൊടുത്തേ പറ്റൂ? ആ 10% കൊടുത്തേ പറ്റൂ. ആ 10% കൊടുത്തേ പറ്റൂ. RBI 9% അതൊന്നും അറിയണ്ട, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 10%. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇത് മാറും. മാർക്കറ്റിൽ എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് 10% ആണെങ്കിൽ അപ്പോൾ 10 കൊടുക്കണം. RBI റേറ്റ് കുറയ്ക്കുന്നു, അപ്പൊ 9 ആകുമ്പോൾ അപ്പൊ 9% കുറച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, RBI റേറ്റ് കൂട്ടുന്നു, റേറ്റ് കൂട്ടുമ്പോൾ നമ്മൾ 11 ആക്കിയിട്ടുണ്ടെങ്കിൽ 11% കൊടുക്കണം. ഇതാണ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതിങ്ങനെ മാറുന്നത് സുഖമില്ലല്ലോ, അപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് വേണ്ട, ഞങ്ങൾക്ക് ഫ്ലോട്ടിംഗ് മതി എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് സ്വാപ്പ്. അത് വേറൊരാളോടാ പോയിട്ട് പറയാം. വേറൊരാളോട് പോയിട്ട് നമ്മൾ പറയും, അതെ എനിക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, നമുക്ക് രണ്ട് മാറിയാലോ, നിങ്ങൾക്ക് ഞാൻ ഫ്ലോട്ടിംഗ് തരാം, നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ഉണ്ടല്ലോ, ആ ഫ്ലോട്ടിംഗ് എനിക്കത് തരും, പകരം ഫിക്സഡ് നിങ്ങളുടെ അടുത്തേക്ക്. ഇത് എങ്ങനെ നടക്കും എന്നുള്ളതൊക്കെ ഇപ്പൊ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാവാൻ മതി, സ്വാപ്പ് ആണ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ് സ്വാപ്പ് ചെയ്യാന്ന് പറയുന്നത്. സ്വൈപ്പ് അല്ല, സ്വാപ്പ്. അപ്പോ കറൻസി മാറ്റുന്നു. ആദ്യത്തെ കേസിൽ ഡോളർ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരാളടുത്തുള്ള ഒരു സാധനം കൊടുക്കുന്നു. അപ്പൊ ബേസിക്കലി സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളടുത്തൊരു സാധനം ഉണ്ട്, മറ്റൊരാളടുത്തൊരു സാധനം ഉണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ എൻ്റെ അടുത്തൊരു ചക്കയുണ്ട്, എൻ്റെ വീട്ടിൽ കുറെ ചക്ക ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്ക് ചക്ക ഇഷ്ടമേ ഇല്ല. അപ്പുറത്തൊരാളുടെ വീട്ടില് മാങ്ങയുണ്ട്, മാംഗോ, ആൾക്ക് മാങ്ങ ഇഷ്ടമേ ഇല്ല. അപ്പൊ എനിക്ക് എന്താ ഇഷ്ടം? എനിക്ക് മാങ്ങയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് പറയും? അതെ എനിക്ക് ഈ ചക്ക തീരെ ഇഷ്ടമില്ല. അപ്പുറത്തെ ആളെന്ന് പറയും എനിക്ക് മാങ്ങയും തീരെ ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തേക്ക്, എൻ്റെ വീട്ടിലെ ചക്ക ഉണ്ടല്ലോ, നീ മതിൽ ചാടിയിട്ട് വന്നിട്ട് ചക്ക എടുത്ത് കൊണ്ടുപോക്കോ. പകരം അപ്പുറത്തെ ആളെന്ത് പറയും? ഒരു കാര്യം ചെയ്തേക്ക്, ഈ മാങ്ങ കംപ്ലീറ്റ് നീ എടുത്തു കൊണ്ടുപോയിക്കോ. അപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് മാങ്ങയാണ്, ഇപ്പുറത്തെ ആൾക്ക് വേണ്ടത് ചക്കയാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പറമ്പൊന്നും വിൽക്കാൻ നിൽക്കുന്നില്ല, അതൊക്കെ വലിയ ഡീലാണ്. പറമ്പൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ചിലർ പറയും അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്. പറമ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നമായിരിക്കും. അപ്പുറത്തെ ആൾക്ക് 2 ഏക്കർ ഉണ്ടാവും, എനിക്ക് 10 സെന്റ് ഉണ്ടാവുള്ളൂ. അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഈ പറമ്പൊക്കെ വാങ്ങിക്കലൊക്കെ വലിയ ഡീലാ, വലിയ പണിയാ. ഒരാൾക്ക് 10 സെന്റ്, അപ്പുറത്ത് 2 കോടിയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ വേണം. ഇതിന് പകരം അവിടെ സ്വാപ്പിൽ എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഇതേപോലെ തന്നെയാണ് കറൻസി സ്വാപ്പ്. കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, ഇൻട്രസ്റ്റ് ഫിക്സഡും ഫ്ലോട്ടിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ സ്വാപ്പ് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 1 2 3 4 എന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതർ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, വേറെ ചില ടൈപ്പ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതെന്തൊക്കെയാ നോക്കാം. ഓക്കെ, അതർ ടൈപ്പ് ഉള്ളത് ഒന്ന് വാറന്റ് ആണ്. എന്താണ് വാറന്റ്? വാറന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. The long period options are called warrant and are generally traded over the counter. നമ്മൾ മുകളിൽ ഓപ്ഷൻ പഠിച്ചിട്ടുണ്ട്. ലോങ് പീരീഡ്, സാധാരണ ഓപ്ഷൻ 1 മാസം 2 മാസം 3 മാസം ഒക്കെയാണ് ഓപ്ഷൻ. പക്ഷെ അതിൽ കൂടുതലാണെങ്കിൽ ലോങ് പീരീഡിലാണ് നമ്മൾ ഓപ്ഷൻ വെക്കുന്നതെങ്കിൽ, കുറെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻ വെക്കുന്നതെങ്കിൽ അതാണ് വാറന്റ്. ഓവർ ദ കൗണ്ടർ ആണ്. ലീപ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ തന്നെയാണ്, മെച്യൂരിറ്റി പീരീഡ് 3 ഇയർ ആണ്. ബേസിക്കലി ഇതൊക്കെ ഓപ്ഷൻ ആണ്. കോൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം, ബൈ ചെയ്യുന്ന ആൾക്ക് പിന്മാറാം. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുന്ന ആൾക്ക് പിന്മാറാം. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഹോണർ ചെയ്യേണ്ട ആവശ്യമില്ല, പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്.
വാറന്റ് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡിനാണ് ഓപ്ഷൻ എങ്കിൽ വാറന്റ്. 3 വർഷത്തേക്കൊക്കെ ആണെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് 3 വർഷമാണെങ്കിൽ അതിനെ ലീപ്പാണ് പറയുന്നത്. ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഓൺ പോർട്ട്ഫോളിയോ ഓഫ് അണ്ടർലൈങ് അസറ്റ്. നോർമലി ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത് ഒരു ഷെയർ വാങ്ങിച്ചോളാം. ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റം വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വിറ്റോളാം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറുകളൊക്കെയാണ് ഡീൽ ചെയ്യാറ്. അതല്ലാതെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് ബാസ്ക്കറ്റ് ആലോചിച്ചാൽ മതി. കൊട്ട, അതിൽ കുറെ കാര്യങ്ങൾ വെക്കൊള്ളാം. അപ്പൊ പോർട്ട്ഫോളിയോ ആണ് വാങ്ങിക്കുന്നത്, ഒരു ഷെയർ അല്ല. ഇപ്പൊ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഇരിക്കും, പോർട്ട്ഫോളിയോ ആണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും ഒരു ഷെയറിലല്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മ്യൂച്വൽ ഫണ്ടിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ഷെയറിലല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കുറെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഡെക്സ്. ഓക്കെ, നെക്സ്റ്റ് സ്വാപ്ഷൻസ്. പേര് തന്നെ ഉണ്ട്, സ്വാപ്ഷൻസ് ആണ് സ്വാപ്പ് ചെയ്യുന്ന ഓപ്ഷൻ. സ്വാപ്ഷൻസ് ആർ ഓപ്ഷൻസ് ടു ബൈ ഓർ സെൽ എ സ്വാപ്പ്. അപ്പൊ സ്വാപ്പ് ചെയ്യുന്നത് ബൈ ചെയ്യാൻ വിൽക്കാം. അപ്പൊ നമ്മൾ ചോദിക്കുക, എങ്ങനെയാണ് സ്വാപ്പ് ഒക്കെ സാർ അല്ലേ പറഞ്ഞത്? സാർ നേരത്തെ നമ്മൾ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ സാറിന് ചക്ക വേണ്ട, അപ്പുറത്തെ ആൾക്ക് മാങ്ങ വേണം. അപ്പോ സാറും നെയ്ബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ച് മാറി. ഓക്കെ സാർ, ഞങ്ങൾക്കത് മനസ്സിലായി. അപ്പൊ ഇതെങ്ങനെയാണ് സാർ ഇത് ഒരു ഓപ്ഷൻ ആയിട്ട് മാറുന്നത്? ആർ ഓപ്ഷൻ ടു ബൈ ഓർ സെൽ എ സ്വാപ്പ്. അപ്പോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റിന് പലപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ഉള്ള ഐറ്റം നമുക്ക് വിൽക്കാം. അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, മനസ്സിലാവാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. നമുക്കിത് പഠിക്കാനും ഉണ്ട് കേട്ടോ, പ്രോബ്ലം തിയറി ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ട്. കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. എന്താ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷെയർ അല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നത്, കമ്മോഡിറ്റീസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അരിയൊന്നും അല്ല കേട്ടോ, നമ്മുടെ കുരുമുളക് അങ്ങനത്തെ ഐറ്റം. പണ്ട് അരിയും പറ്റുമായിരുന്നു, ഇപ്പൊ അത് ഈ സർക്കാരല്ല, നമ്മുടെ മൻമോഹൻ സിംഗിന്റെ സമയത്ത് തന്നെ അത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. MCX ആണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇന്ത്യയിലുള്ളത്. BSE ഒക്കെ പോലെ NSE ഒക്കെ പോലെ MCX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. എന്തായാലും കേട്ടിട്ടുണ്ടാവുന്നത്, കാർഷിക ബില്ല് വന്നു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നുണ്ട്. എതിർക്കുന്നവർ പറയുന്നു, കർഷകരെ നിങ്ങൾ ആരുടെ കീഴിൽ കൊണ്ടുപോയി കെട്ടുകയാണ്? കോർപ്പറേറ്റ്സിന്റെ കീഴിൽ കൊണ്ടുപോയി കെട്ടുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് എന്ത് കിട്ടില്ല? വാല്യൂ കിട്ടില്ല. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ കർഷകർക്ക് ഇപ്പൊ ഭയങ്കര വില കിട്ടുന്ന പോലെയാണ്. കർഷകർക്ക് എന്താണെങ്കിലും ഒരു സൈഡ് എപ്പോഴും പാവങ്ങൾക്ക് ലോസ് ആയിരിക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. കാരണം ഇപ്പോ ആര് പൈസ ഉണ്ടാക്കുന്നു? മിഡിൽമെൻ പൈസ ഉണ്ടാക്കുന്നു, നടുവിൽ കിടന്ന് കളിക്കുന്ന ആളുകള്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് മാങ്ങയുണ്ട്, നമ്മുടെയൊക്കെ പറമ്പിൽ മാംഗോ ഉണ്ട്, അല്ലെങ്കിൽ മാങ്ങ കർഷകരാണ്. വേണ്ട, പാടത്ത് വേണ്ട, നമ്മുടെയൊക്കെ നാട്ടിൽ റബ്ബർ കർഷകനാണെന്ന് വിചാരിക്കുക. ഇയാളുടെ ഇത് ഫാർമറാണ്. ഇപ്പുറത്തുള്ള റിയൽ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ചിലപ്പോൾ MRF ടയർ കമ്പനീസ് ഒക്കെ ആയിരിക്കും, MRF അല്ലെങ്കിൽ അപ്പോളോ. അപ്പൊ ഇവര് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നടുവിലുള്ള ആളുകളെയൊക്കെ കുറയ്ക്കാം. അപ്പോ പുതിയ കാർഷിക ബില്ലിന്റെ അനുകൂലിക്കുന്ന ആളുകൾ എന്ത് പറയുന്നു? ഇപ്പോ ശരിക്കും പറഞ്ഞാൽ റബ്ബർ വിൽക്കുന്നത് 100 രൂപയ്ക്കാണെങ്കിൽ ഇത് ആദ്യം ഒരു മലഞ്ചരക്ക് വ്യാപാരിക്ക് വിൽക്കും. ആൾക്ക് 100 രൂപക്കാണ് വിൽക്കുന്നത്. അടുത്തൊരു ഹോൾസെയിലർക്ക് ഒരു ജില്ലയിൽ ഒരാളുണ്ടാവും, ആൾക്ക് വിൽക്കുന്നു 110, പിന്നെ ഒരു സംസ്ഥാനത്തിലോട്ട് വിൽക്കുന്നു 120, പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ അത് 150 രൂപയായി. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുണം 100 രൂപയുടെ സാധനമാണ് MRFലോട്ട് എത്തുമ്പോൾ 150 രൂപയാവുന്നത്. ഈ പ്രോഫിറ്റ് മുഴുവൻ, ഇടയിലുള്ള പ്രോഫിറ്റ് മുഴുവൻ എടുക്കുന്നത് ഈ പറയുന്ന മിഡിൽമെൻ ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം, ഈ മിഡിൽമെന്നിനോട് ഒഴിവാക്കിയേക്കാം. കാർഷിക ബില്ല് ശരിക്കും പറഞ്ഞാൽ മിഡിൽമെന്നിന് നേരിട്ട് വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ത്യയിലെ റൂള് പ്രകാരം പലപ്പോഴും നേരിട്ട് പല സ്റ്റേറ്റ് മാറിയിട്ട് വാങ്ങിക്കുന്നതിനും പലതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ കമ്പനീസിന് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് ഇന്ത്യൻ എക്കണോമി, അഗ്രികൾച്ചർ എക്കണോമിയുടെ തുറന്നു കൊടുത്തു. ഈ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആരടുത്ത് നിന്ന് വേണമെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ അവർ പറയുന്നു MRF ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചോളും. അപ്പൊ 150 രൂപയ്ക്ക് MRF വാങ്ങിക്കുമ്പോൾ ഫാർമർക്ക് 100 രൂപയ്ക്ക് പകരം 150 രൂപ കിട്ടും. പകുതിയിലധികം വില കിട്ടും. ഫാർമർ കുറെ കോടീശ്വരനാവും. പക്ഷെ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല.
MRF ആ. ഇവരൊക്കെ അങ്ങോട്ട് അടിച്ചിതാക്കിയിട്ടുണ്ടെങ്കിൽ MRF എന്താ ചിന്തിക്കുക? MRF എപ്പോഴും 100 രൂപയ്ക്കേ വാങ്ങിക്കുള്ളൂ. ഇവരൊക്കെ പോകും. അപ്പൊ MRFന് ഭയങ്കര ലാഭം കിട്ടും. കാരണം MRF ഇപ്പൊ 150 രൂപക്ക് വാങ്ങിച്ചത് അവർക്ക് 100 രൂപക്ക് സാധനം കിട്ടും. കർഷകന് അപ്പോഴും നഷ്ടം. ഇനി അതുകൂടാതെ അപ്പൊ ഈ മിഡിൽമെൻ ഒക്കെ പോയി, അപ്പൊ കുറച്ച് പ്ലെയേഴ്സേ ഉണ്ടാവുള്ളൂ. റബ്ബറൊക്കെ വാങ്ങിക്കുന്ന ഒരു 10 കമ്പനി ഉണ്ടാവും, റബ്ബർ കമ്പനി. ഇവരെല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ഒരു 90 രൂപയ്ക്ക് എല്ലാവർക്കും വാങ്ങിക്കാം, ഒരു 90 രൂപയ്ക്ക് എല്ലാവർക്കും വാങ്ങിക്കാം. അതോടുകൂടി പാവം കർഷകന് പിന്നീട് ഇവർ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു 90 രൂപക്കും വാങ്ങിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കർഷകന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഡയലോഗുകളൊക്കെ എന്തിനാ പറഞ്ഞത്? ഇത്രയും ഡയലോഗ് പറഞ്ഞത് കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ഉണ്ട്. കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു ഫാർമർ ഒരു നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫാർമർ കൃഷി ചെയ്യുന്നത് ഒരു വാഴയാണെന്ന് വിചാരിച്ചേക്കാം, പ്ലാന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു 8 അല്ലെങ്കിൽ 9 മാസമൊക്കെയാണ് ഇത് വളർന്ന് വലുതായി കൊല വെട്ടി വിൽക്കാനുള്ള സമയം എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കർഷകന്റെ അടുത്ത് പോയിട്ട്, ഇതാണ് കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ സംഭവിക്കുന്നത്. ഞാനൊരു കർഷകന്റെ അടുത്ത് പോയിട്ട്, 1 ഏക്കർ കർഷകനുണ്ട്, അതിൽ ഫുള്ള് എന്ത് വെച്ചിട്ടുണ്ട്? വാഴ വെച്ചിട്ടുണ്ട്. അപ്പൊ ആളോട് ഞാൻ പറയാണ്, ഇപ്പൊ തന്നെ പറയാണ്, 8 മാസം കഴിഞ്ഞിട്ടേ ഈ വാഴ വരുള്ളൂ. ആളോട് ഞാൻ പറയാണ്, ഞാനൊരു കാര്യം ചെയ്തേക്കാം, ഈ വാഴ ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ഞാൻ എടുത്തേക്കാം. അപ്പൊ കർഷകൻ പറയാണ്, അയ്യോ ഇത് ഇതുപോലും ആയിട്ടില്ല, കൊല പോലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈ നിങ്ങളുടെ 1 ഏക്കർ പറമ്പിൽ വരുന്ന കംപ്ലീറ്റ് വാഴയും ഞാൻ വെട്ടിയെടുക്കാനുള്ള റൈറ്റ് എനിക്ക് തന്നേക്കും, ഞാൻ വാങ്ങിച്ചേക്കാം, കംപ്ലീറ്റ് ഞാൻ വാങ്ങിച്ചേക്കാം എന്ന് പറയാണ്. ആള് പറയുന്നു, അയ്യോ അതെങ്ങനെ നടക്കുക, എത്ര കിലോ ഉണ്ട് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറയാണ്, നമുക്കൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നിങ്ങൾക്ക് നഷ്ടമൊന്നും വേണ്ട. സാധാരണ ഇത്രയും പറമ്പെന്ന് ഒരു 100 കിലോ ഏത്തവാഴ കിട്ടുമെങ്കിൽ ആ പ്രൈസ് മാർക്കറ്റിൽ 30 രൂപയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തേക്കാം, 30 രൂപയുടേത്. അപ്പൊ 100 × 30 ഇപ്പൊ തന്നെ നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. 3000 രൂപയ്ക്ക് ഞാൻ അതൊന്ന് വാങ്ങിച്ചു. ആള് ഹാപ്പി ആയി. കാരണം എന്തുകൊണ്ടാണ് ആള് ഹാപ്പി ആയത്? ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപേ ആളിപ്പോ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ആള് കുഴി കുത്തി ആ വാഴ അതിൽ വെച്ചു, വളം വാങ്ങിച്ച് വെച്ചു, ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആള് വന്നിട്ട് എന്ത് വാങ്ങിച്ചു? അത് കംപ്ലീറ്റ് വാങ്ങിച്ചു. ആള് വളരെ ഹാപ്പി ആയി. എന്തുകൊണ്ട് ആള് വളരെ ഹാപ്പി ആയത്? ആൾക്ക് 8 or 9 മാസം കഴിഞ്ഞിട്ട് കിട്ടേണ്ട ക്യാഷ് ഇപ്പൊ തന്നെ ആളുടെ കയ്യിലാണ് കിട്ടിയിട്ടില്ല. കിട്ടും. ഞാൻ എന്താ പറയുന്നത്? 9 മാസം കഴിഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ചോളാം 30 രൂപയ്ക്ക്. ആ 100 കിലോ നിങ്ങൾ നോക്കണ്ട, 30 രൂപയ്ക്ക് വാങ്ങിച്ചോളാം. ഓക്കെ, കർഷകൻ ഹാപ്പി ആകും എപ്പോ? ആ വർഷം കഴിയുമ്പോൾ 25 രൂപയാണ് മാർക്കറ്റിലെങ്കിൽ 30 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കും. ആള് ഹാപ്പി ആവും. ആള് ഡിസാറ്റിസ്ഫൈഡ് ആവും മാർക്കറ്റിൽ 35 ആണെങ്കിൽ. ഓക്കെ, എനിവേ അപ്പൊ ഞങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, 30 രൂപയ്ക്ക് വാങ്ങിച്ചേക്കാം. അപ്പൊ ഞാനിങ്ങനെ എൻ്റർ ചെയ്തു. എനിക്കിതിന്റെ ലാഭം എപ്പോഴാണ് കിട്ടുക? എനിക്കിതിന്റെ ലാഭം 8 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 9 മാസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്കിത് കിട്ടുന്നത്. അന്ന് മാർക്കറ്റിൽ 25 ആണെങ്കിൽ ചിലപ്പോൾ എനിക്കിത് 30 രൂപ കിട്ടുമ്പോൾ എനിക്കൊരു 5 രൂപ ലാഭം കിട്ടും. കർഷകനും ആൾമോസ്റ്റ് ഹാപ്പി ആയിരിക്കും, കാരണം ഒരു ഫിക്സഡ് പ്രൈസ് കിട്ടി. ആളതൊക്കെ കൂട്ടി നോക്കുമ്പോൾ 30 രൂപക്ക് വിറ്റ് കഴിഞ്ഞാലും നഷ്ടമൊന്നുമില്ല. വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാവും. അപ്പൊ ആളും ഹാപ്പി ആയി. അത്യാർത്തിയൊന്നും ഇല്ലെങ്കിൽ. കർഷകർക്ക് അധികം ആർത്തി കുറവായിരിക്കും, പാവങ്ങളാണ്, നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ ഇതിങ്ങനെ നോക്കുന്ന ഈ ഏത്തവാഴ ആവശ്യമുള്ള ബിസിനസ്സുകാരുണ്ടാവും. അപ്പൊ അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഏത്തവാഴ ഇന്ന് 30, 35, 40, 45 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരെ നോക്കുമ്പോൾ ഒരാളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, 30 രൂപക്ക് വാങ്ങിച്ചോളാം. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്തേക്കാം, ഈ കോൺട്രാക്റ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത സാധനം ഉണ്ടല്ലോ അത് ഞങ്ങൾക്കൊന്ന് തരുമോ ചോദിക്കും. ഈ കോൺട്രാക്ട് നിങ്ങൾ എൻ്റർ ചെയ്ത പീസ് ഓഫ് പേപ്പർ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങളും കർഷകനും തമ്മിൽ ഡീൽ ആയിക്കോളാം, ഞാൻ വാങ്ങിച്ചോളാം, 30 രൂപ കർഷകരുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞു, അയ്യട മനമേ, അങ്ങനെ വേണ്ട, ഈ പ്രൈസ് ഇങ്ങനെ മുകൾപോട്ട് പോവാണ്. ഇപ്പൊ മാർക്കറ്റ് 45 ഉണ്ട്, ഇത് ഇനിയും മുകളിലോട്ട് പോകുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്തേക്ക്, 40, 45 ഡീൽ. അവർ പറയും, അയ്യോ മാർക്കറ്റിൽ 45 ഉള്ളൂ. ഞാൻ പറയും, എനിക്കതിപ്പോൾ അറിയാം, 45 ഉള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷേ ഇതിന്റെ വാല്യൂ മുകളിലോട്ട് പോകുന്നതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല ലാഭത്തിൽ കിട്ടും, 30 രൂപ ലാഭത്തിൽ കിട്ടും. ഇത് ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ ഇത് 60 രൂപയായിരിക്കും മാർക്കറ്റിൽ വാല്യൂ. അപ്പൊ നിങ്ങൾക്ക് 30 രൂപ കിട്ടും, 30 രൂപ ലാഭം കിട്ടും. ഞാൻ എന്താ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ 45 രൂപയാണെങ്കിൽ ഡീൽ.
അവർ ഡീൽ ഓക്കെ ആയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എനിക്കൊരു 15 രൂപ വെറുതെ കിട്ടി. 15 രൂപ വെറുതെ കിട്ടി. 30 രൂപ ഇനി ആര് കൊടുക്കും? ആ 30 രൂപയുടെ കോൺട്രാക്ട് ഹോണർ ചെയ്യുന്നത് അപ്പുറത്തെ കച്ചവടക്കാരനാണ്. ആള് കൊടുക്കും. എനിക്ക് എന്ത് കിട്ടി? ഒരു മുടക്കും ഇല്ലാതെ 15 രൂപ എൻ്റെ പോക്കറ്റിൽ വന്നു. ഇതാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാം വിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പീസ് ഓഫ് പേപ്പർ ആണ്. ആ പീസ് ഓഫ് പേപ്പർ പിന്നീട് ഇങ്ങനെ കൈമാറി പോകും. അപ്പൊ അതാണ് ഈ സ്വാപ്ഷൻസും ആക്ച്വലി. ഇപ്പൊ സ്വാപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു. ഇപ്പുറത്തെ പറമ്പിലെ മാങ്ങ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു. പകരം എനിക്ക് ചക്ക മതി എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ആളും ഇതാക്കി. അപ്പൊ മാങ്ങ വേണ്ട വേറൊരാളുണ്ടാവും. ആള് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ കോൺട്രാക്ട് ഉണ്ടല്ലോ അത് എനിക്കെന്നെ തന്നേക്ക്, മാങ്ങ ഞാൻ എടുത്തോളാം. അപ്പൊ ചക്കയോ? ചക്ക ഞാൻ അവരായിട്ടുള്ള ഡീൽ ചെയ്തോളാം. അപ്പൊ ഇതിന്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് സ്വാപ്ഷൻസ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാണ്. അമേരിക്കയിലേക്ക് ഒരു കാര്യം പറയാണ്. എന്ത് വേണമെങ്കിലും അമേരിക്കയിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആക്കാം. ലിറ്ററലി അമേരിക്കയിൽ എന്ത് വേണമെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആക്കാം. നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല. അമേരിക്കയിൽ പലതും പറ്റും. ഇപ്പൊ പലതും റൂള് മാറ്റിയിട്ടുണ്ട്. പക്ഷെ പലതും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആക്കാം. എത്രത്തോളം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും പറ്റില്ല, അവിടെ ഇതൊക്കെ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഒരു ഫോർമുല 1 കാർ റേസ് നടക്കുകയാണ്. അപ്പൊ ഞാനുണ്ട് ഈ ക്ലാസ്സിലെ വേറെ സ്റ്റുഡന്റ് ഗോപി കൃഷ്ണൻ. ഇപ്പൊ ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഷുമേക്കർ ജയിക്കും. ഇപ്പൊ ഗോപി എന്ത് പറഞ്ഞു? ഇല്ലല്ല, ഷുമേക്കർ ജയിക്കില്ല. ഷുമേക്കറൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്ത് ആളുടെ കോമ സ്റ്റേജിലാണ്. പക്ഷെ പലർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുടെ പേര് പറയുന്നു. അല്ലെങ്കിൽ ഹാമിൽട്ടൺ. എനിവേ ഒരു പ്ലെയർ ജയിക്കുമെന്ന് പറയുന്നു. വേണ്ട, നമുക്ക് ഫോർമുല 1 ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. നമ്മുടെ സാധാരണ നാട്ടിലുള്ള കാര്യം, വിരാട് കോഹ്ലി ഞാൻ പറഞ്ഞു വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കും അടുത്ത മാച്ചില്. ഗോപികൃഷ്ണൻ പറയുന്നേ ഇല്ലല്ല, വിരാട് കോഹ്ലി സെഞ്ചുറി ഒന്നും അടിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ബെറ്റിനുണ്ടോ ചോദിച്ചു. യെസ് ബെറ്റിനുണ്ട്. ഓക്കെ, 5 ലക്ഷം ബെറ്റിന്. ഞാൻ പറഞ്ഞു വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ. ഓക്കെ, ഡീൽ. അപ്പൊ ഞങ്ങൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഗോപി എനിക്ക് തരും. കോൺട്രാക്ടർ എൻ്റർ ചെയ്തു. ഇപ്പൊ ഒരു പീസ് ഓഫ് പേപ്പർ ആയി. ഇതിന് വാല്യൂ ഉണ്ട്, 5 ലക്ഷം രൂപ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അത് എൻറ്റയർലി വിരിക്കുന്നത് അണ്ടർലൈങ് അസറ്റ് വിരാട് കോഹ്ലി 100 അടിക്കുന്നതാണ്. ഓക്കെ, കോൺട്രാക്ടറൊക്കെ എൻ്റർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് പൈസയുടെ ഒരു ആവശ്യം വന്നു. അപ്പൊ വിരാട് കോഹ്ലിയുടെ ഫോം അത്യാവശ്യം നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചേക്ക്. അപ്പൊ എനിക്ക് പൈസയുടെ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു. അപ്പോ എൻ്റെ അടുത്തൊന്നും വിൽക്കാനില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ നമ്മുടെ റിയാസ് പറഞ്ഞു, സർ ഒരു കാര്യം ചെയ്തേക്ക്. ആഹാ, എന്താ റിയാസേ? സാർ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടില്ലേ? യെസ്. വിരാട് കോഹ്ലി 100 അടിച്ചിട്ടുണ്ടെങ്കിൽ യെസ്. സാർ ഒരു കാര്യം ചെയ്തേക്ക്, അത് എനിക്കെന്നെ തന്നേക്ക്. ഞാൻ പറഞ്ഞു റിയാസ് ഇത് ഞാൻ നിനക്ക് തന്നിട്ട് എന്താ കാര്യം? റിയാസ് പറഞ്ഞു അതൊന്നും സാർ അറിയണ്ട, സാറിന് 2 ലക്ഷം റുപ്യ തരാം. ഓക്കെ, എനിക്കിപ്പോ പെട്ടെന്ന് ക്യാഷിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു റിയാസ് ഓക്കെ ശരി റിയാസ്, ഡീൽ ഡൺ. റിയാസ് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാനും ഗോപിയും തമ്മിൽ എൻട്രി ചെയ്തൊരു കോൺട്രാക്ട് വെറുതെ ഒരു പീസ് ഓഫ് പേപ്പറിൽ 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ റിയാസ് എന്ന് പറഞ്ഞു ഒരുത്തം വന്നു. ഞാൻ റിയാസിനത് കൊടുത്തു. എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം വെറുതെ ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതിയതിന് എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഓക്കെ, ഇതാണ് എന്ത്? ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. റിയാസ് ഇനി എന്ത് ചെയ്യും? ഇനി വിരാട് കോഹ്ലി 100 അടിച്ചിട്ടുണ്ടെങ്കിൽ റിയാസിനാണ് എന്ത് കിട്ടാൻ പോകുന്നത്? 5 ലക്ഷം രൂപ. ആള് ഹാപ്പി. 3 ലക്ഷം രൂപ ലാഭം കിട്ടി. എനിക്ക് 2 ലക്ഷം രൂപ തന്നു, ആൾക്ക് 5 ലക്ഷം രൂപ കിട്ടി. 3 ലക്ഷം രൂപ ലാഭം. സർ ഓപ്പോസിറ്റ് സംഭവിച്ചല്ലോ, റിയാസിന് നഷ്ടം വന്നു. വിരാട് കോഹ്ലി 99 ഔട്ടായി പോയി, റിയാസിന് നഷ്ടം, 2 ലക്ഷം രൂപ നഷ്ടം. അപ്പൊ ഇതാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലൊക്കെ എങ്ങനെയാണ്, എന്ത് സാധനം വേണമെങ്കിലും പീസ് ഓഫ് പേപ്പറിലാക്കും. അത് വാങ്ങാനും വിൽക്കാനും കുറെ മണ്ടന്മാരും വണ്ടികളും അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഏറെക്കുറെ ഇങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും ആക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഷെയറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ കോൺട്രാക്ട് ആക്കാം. അപ്പൊ ഈ വാങ്ങുക വിൽക്കുക എന്നുള്ളൊരു കോൺട്രാക്ട് ആണ് ബേസിക്കലി ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റ് നമുക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് ഉണ്ടല്ലോ, ആ പീസ് ഓഫ് പേപ്പർ നമുക്ക് കൊടുക്കാം. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ഒരു കാര്യമാണ് ഇത്.
ശരിക്കും നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ഒരു കാര്യമാണ് അറൗണ്ട് 1-2 വർഷം മുമ്പ് വരെ. എന്താ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം? നടക്കുന്ന കാര്യം ഇതാണ്. ഞാനൊരു ബ്രോക്കറാണ്, ഞാനൊരു ലാൻഡിന്റെ ബ്രോക്കറാണ്. ഞാനൊരു ആളെ പോയിട്ട് രേഷ്മയുടെ വീടും പറമ്പും വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തു. രേഷ്മയുടെ വീടും പറമ്പും വാങ്ങിക്കാം, ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ചോളാം 1 കോടി രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തു. എന്നിട്ട് രേഷ്മയോട് ഞാൻ പറയും, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എനിക്ക് അധികാരം തരണം, അതായത് ഇത് ഫ്രീ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ വേറെ ആൾക്ക് വിൽക്കാനുള്ള റൈറ്റ്. രേഷ്മ പറഞ്ഞു ഓക്കെ എടുത്തേക്ക്. അപ്പോൾ കോൺട്രാക്ട് കിട്ടി. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരാള് ശരത്ത് എന്ന് പറഞ്ഞൊരു ബ്രോക്കർ, ശരത്ത് പറയുന്നു എനിക്ക് ആ സ്ഥലം വേണം, ഓക്കെ എടുത്തേക്ക്, പക്ഷെ ഞാൻ പൈസ ഒന്നും തരില്ല, 3 മാസം കഴിഞ്ഞിട്ടേ തരുള്ളൂ, പക്ഷേ ഇത് ഞാനൊരു 1.1 crore എടുത്തേക്കാം. ഓക്കെ, ഞാൻ വളരെ ഹാപ്പിയായി, ഞാൻ ശരത്തിന് കൊടുക്കുന്നു. ഓക്കെ ശരത്, ശരി ശരത്, ഒരു 10 ലക്ഷം രൂപ ഉണ്ടല്ലോ എക്സ്ട്രാ, അതെനിക്ക് ഇപ്പൊ തന്നെ തന്നേക്ക്. ശരത്ത് എനിക്ക് തന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 10 ലക്ഷം രൂപ വെറുതെ ലാഭം കിട്ടി. ശരത്ത് വേറൊരാൾക്ക് വിൽക്കുന്നു, വേറൊരാൾക്ക് വിൽക്കുന്നു. വിൽക്കുന്ന സമയമാകുമ്പോൾ ആ കോൺട്രാക്ട് 1.5 crore ആയിട്ടുണ്ടാവും. അപ്പൊ വേറെ ആളിത് വാങ്ങിക്കുന്നത് 1.5 crore ഈ നടുക്കുള്ള ആൾക്ക് ആ പ്രോഫിറ്റ് കിട്ടും. ആള് നമ്മുടെ ആരായിരുന്നു, സ്വാതിയോ, രേഷ്മയ്ക്ക് 1 crore കിട്ടും. അപ്പോ ഇതാണ് നാട്ടിൽ നടന്നിരുന്നത്. ഈ എഗ്രിമെന്റ് ഇങ്ങനെ മറിച്ച് വില കൂടും. ആ നടുക്ക് വെച്ചുള്ള ആൾക്കാർ, ബ്രോക്കേഴ്സ് മുഴുവൻ, ആ ബ്രോക്കേഴ്സ് നടുക്കുള്ള ആളുകൾ മുഴുവൻ ആ ഒരു എഗ്രിമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുന്നതിന്റെ ഇടയിൽ നിന്ന് കടന്ന് ലാഭം ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പീസ് ഓഫ് പേപ്പറാണ് ഈ വിൽക്കുന്നത്, അതിന്നാണ് ഈ ലാഭം ഉണ്ടാക്കുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് രേഷ്മയുടെ സമയമാകുമ്പോൾ രേഷ്മയ്ക്ക് 1 കോടി രൂപ തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലും നടന്നിരുന്ന, റിയൽ എസ്റ്റേറ്റിൽ നടന്നിരുന്ന ഒരു കാര്യമാണ്, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഇന്ന് പഠിച്ചത് കുറച്ചധികം ബേസിക്സ് ആണ് പഠിച്ചത്. ഈ തിയറി എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ തിയറി മനസ്സിലാക്കണം, എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിച്ചു, അതിന് ബെനിഫിറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കാര്യമാണ്. പാർട്ടിസിപ്പൻസ് ആരൊക്കെയെന്ന് പഠിച്ചു. ഡെറിവേറ്റീവ്സിന്റെ ഒരു പ്രധാനപ്പെട്ട 4 ടൈപ്പ്, ഈ 4 ടൈപ്പ് നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ബാക്കിയുള്ള ഒരു 4 ടൈപ്പ് അത് പ്രോബ്ലം ആയിട്ടില്ല, തിയറി ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്താന്നുള്ളൊരു ഒന്നും കൂടി ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് where companies agree for transaction of derivative without involvement of exchange. ഞാൻ പറഞ്ഞു ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ തമ്മിലുള്ള ഡീലാണ്, എക്സ്ചേഞ്ച് ഇല്ല. There will be credit risk involved in over the counter market trading. എന്താ ക്രെഡിറ്റ് റിസ്ക് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. The parties at trade of derivative might make default in payment when they are at loss in the transaction. Hence there will be credit risk. അപ്പൊ എന്താ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കോൺട്രാക്ട് 500 രൂപയ്ക്കായിരുന്നു. 500 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചോളാം, മാർക്കറ്റിൽ 400 രൂപയാണ്. അപ്പൊ അപ്പുറത്തെ ആളെന്ത് പറയും, അതെ ഞാൻ വാങ്ങിക്കുന്നില്ല കേട്ടോ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോളാം, ഞാൻ പിന്മാറുകയാണ്. പറ്റില്ല എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തേക്കെന്ന് പറയും. പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും, ഓക്കെ പറ്റില്ല ഞങ്ങൾ വാങ്ങിക്കില്ല, അപ്പൊ ഞാൻ കേസിന് പോകുമെന്ന് പറയും. പോയിക്കോ, കേസിന് പൊക്കോ എന്ന് പറയും. സർ കേസിന് പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരില്ലേ? കേസിന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും കോടതിയൊക്കെ ഉത്തരവിടെ ഡാമേജസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാം, കോൺട്രാക്ട് പ്രകാരം ഇത് വേറെ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡാമേജസും വേറെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും വിൽക്കുന്നത്. അപ്പൊ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ പാർട്ടീസ് ചിലപ്പോൾ കോൺട്രാക്ട് ഡീഫോൾട്ട് ചെയ്യാനുള്ള കാര്യമുണ്ട്. RBI ആണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് ഉണ്ട്, പേര് തന്നെ ഉണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസസ് ത്രൂ, ബ്രോക്കേഴ്സ് ത്രൂ ആണ് ഡീല് ചെയ്യുന്നത്. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആര് പറയും? ഷെയർ എക്സ്ചേഞ്ച് പറയും, സ്റ്റോക്ക് മാർക്കറ്റ് പറയും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയും എന്താണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ. സെബി ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ക്രെഡിറ്റ് റിസ്ക് കുറവാണ്, കാരണം റൂൾസ് ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ OTC ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, OTCയിൽ ഡീല് വരുന്നത്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ തിയറി ആണ് OTC ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ബയ്യറും സെല്ലറും ആണ്. പിന്നെ വേണമെങ്കിൽ എത്ര മീഡിയേറ്റേഴ്സ് വേണമെങ്കിലും ഉണ്ടാവാം. എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിൽ മീഡിയേറ്റർ ഒറ്റ ആളേ ഉള്ളൂ. ആരാ? ഷെയർ എക്സ്ചേഞ്ച് ആണ് മീഡിയേറ്റർ. എന്ന് പറഞ്ഞാൽ ഷെയർ എക്സ്ചേഞ്ച് ത്രൂ ആണ് ഡീല്. സ്റ്റാൻഡേർഡൈസേഷൻ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ
കോൺട്രാക്റ്റിന്റെ സൈസും പ്രൈസും ഒന്നും ഫിക്സഡ് അല്ല. നിങ്ങൾക്ക് 50 എണ്ണം വാങ്ങിക്കാം, 5000 എണ്ണം വാങ്ങിക്കാം, 5 ലക്ഷം വാങ്ങിക്കാം. ബയ്യറും സെല്ലറും തമ്മിലാണ് ട്രേഡ്. ഇവിടെ അങ്ങനെയല്ല. കോൺട്രാക്റ്റിന്റെ സൈസും പ്രൈസും എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അത് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിലെ പ്രോബ്ലംസ്, പ്രത്യേകിച്ചും ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. കൗണ്ടർ പാർട്ടി റിസ്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ചെയ്യാം. ഫേവറബിൾ അല്ലെങ്കിൽ കോൺട്രാക്ട് ആ സമയത്ത് ഫേവറബിൾ അല്ലെങ്കിൽ ഓവർ ദി ടേം കോൺട്രാക്റ്റിൽ, ഓവർ ദി എക്സ്ചേഞ്ച് കോൺട്രാക്റ്റിലെല്ലാം, ഓവർ ദി കൗണ്ടറിലെല്ലാം ഡീഫോൾട്ട് വരാം. ബട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിൽ അങ്ങനെ ഒരു ഡീഫോൾട്ട് വരില്ല. എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഡീഫോൾട്ട് ഇല്ല. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു റെഗുലേഷൻ ഉണ്ട്. എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററിന് പഠിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, അടുത്ത ചാപ്റ്റർ തുടങ്ങട്ടെ അതോ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ? 8:30 വരെ ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു 19 മിനിറ്റ്സും കൂടിയേ, ഒരു 20 മിനിറ്റ്സും കൂടിയേ ക്ലാസ്സേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ തന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണോ? യെസ് ഓർ നോ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ബ്രേക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് തരാം. അപ്പോൾ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ബ്രേക്ക് വേണോ യെസ് ഓർ നോ എന്നുള്ളത്. ഓക്കെ, ബ്രേക്ക് വേണ്ട. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറീസ് എല്ലാം വന്നിരുന്നത് ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ്, പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫോർവേഡ് കോൺട്രാക്ട്, പിന്നെ ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഫ്യൂച്ചർ ഉണ്ട്, പിന്നെ സ്വാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഹെഡ്ജിങ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫോർവേഡ് കോൺട്രാക്ട്. ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഫോർവേഡ് കോൺട്രാക്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അസറ്റ് ബൈ ചെയ്തോളാം അല്ലെങ്കിൽ സെൽ ചെയ്തോളാം ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ. അതാണ് ഫോർവേഡ് കോൺട്രാക്ട്. ഇത് ബയ്യറും സെല്ലറും തമ്മിലാണ് ഡീല്. ഓവർ ദ കൗണ്ടറിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇനിയാണ് പ്രോബ്ലംസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം തുടങ്ങുന്നത് ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് തിയററ്റിക്കൽ പ്രൈസ് when no dividend is receivable. അപ്പോൾ നമ്മൾ എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? തിയററ്റിക്കൽ പ്രൈസ് ആണ്. പേര് തന്നെ ഉണ്ട്. എന്താണ്? തിയറിയിലുള്ള പ്രൈസ് ആണ്. എന്തിന്റെ പ്രൈസാ? ഈ പറയുന്ന ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പ്രൈസ്? അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ആൻസി ഉണ്ടെന്ന് തോന്നുന്നു. ആൻസിനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ്. എന്താ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്? ആൻസിയുടെ കയ്യിലുള്ള 500 റിലയൻസിന്റെ ഷെയർ ഞാൻ വാങ്ങിച്ചോളാം. ആൻസിയുടെ കയ്യിൽ 500 റിലയൻസിന്റെ ഷെയർ ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചോളാം. എപ്പോ വാങ്ങിച്ചോളാം? 3 months കഴിഞ്ഞിട്ട് വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് നമ്മൾ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നത് 23rd October. അപ്പൊ നവംബർ, ഡിസംബർ, ജാനുവരി, 23rd ജാനുവരിയിൽ ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പോൾ എത്രയാണ് പ്രൈസ്? എത്ര പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഫോർമുലയാണ് തിയററ്റിക്കൽ പ്രൈസ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഫോർമുലയാണ് തിയററ്റിക്കൽ പ്രൈസ്. എന്നെ മാത്രമല്ല ആൻസിനെയും ഹെൽപ്പ് ചെയ്യുന്ന പ്രൈസ് ആണ് തിയററ്റിക്കൽ പ്രൈസ്. അപ്പോൾ എങ്ങനെയാണ് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാണുന്നത്? സ്പോട്ട് റേറ്റ്. എന്താ സ്പോട്ട് റേറ്റ്? ഇന്നത്തെ പ്രൈസ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി. ഇ എന്ന് പറഞ്ഞാൽ എപ്പിൾസിൽ എന്നാണ് പറയുന്നത്. അതിന്റെ വാല്യൂ 2.72 ആണ്. ഇത് നിങ്ങൾ പേടിക്കണ്ട, ഇതിന്റെ വാല്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. ഇയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. റേസ് ടു ആർ ടി ആണ്. അപ്പൊ എന്താണ് ആർ എന്ന് അറിയണം. ആർ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഒരു ബോണ്ടോ ഗവൺമെന്റ് സെക്യൂരിറ്റി ഒക്കെയാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ടി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്. ടൈം എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിന്റെ ടൈം. ഇപ്പൊ നമ്മുടെ കേസിൽ എൻ ഡി മാൻസിയുടെയും കേസിൽ 3 months ആണ്. അപ്പൊ 3/12 ആയിരിക്കും പീരിയഡ്. അപ്പോൾ ഇ റേസ് ടു ആർ ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ആർ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 9% ഉണ്ടെങ്കിൽ 0.09 ഇൻറ്റു 3/12 ആണ്. 3/12 ചെയ്യുമ്പോൾ 3/12 കാൽക്കുലേറ്റർ ജസ്റ്റ് ചെയ്യുമ്പോൾ 0.25 തോന്നുന്നു. 0.25 ഇ റേസ് ടു 0.25.
എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇ റേസ് ടു 0.09 ഇൻറ്റു 0.25 നമുക്കൊരു 0.02225 ആണ്. അപ്പോൾ ഈ റേസ് ടു 0.02225ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ചില മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഈ റേസ് ടു വാല്യൂ എൻ്റെ ആ പ്രിന്റ് ചെയ്തവർ ടൈപ്പ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. കാരണം അത് സെപ്പറേറ്റ് ആയിട്ടാണ് തരാറ്. അപ്പോൾ അത് ഞാൻ ക്വസ്റ്റ്യനിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെറുതായിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി ആണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് തിയററ്റിക്കൽ ഫോർവേഡ് പ്രൈസ് കാണാം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇയുടെ വാല്യൂ തരില്ല കേട്ടോ. ചില ക്വസ്റ്റ്യൻസിൽ ഇയുടെ വാല്യൂ തരില്ല, പകരം ആറും ടിയും തരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തിയററ്റിക്കൽ ഫോർവേഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് കാണേണ്ടത്? സ്പോട്ട് റേറ്റ് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി ആണ്. കോസ്റ്റ് ഓഫ് ക്യാരി നമ്മൾ രണ്ട് രീതിയിലും ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് തിയററ്റിക്കൽ പ്രൈസ് ഓഫ് ഫോർവേഡ് ഫോർ സെക്യൂരിറ്റി വിത്ത് എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് 1 month ആൻഡ് 3 months. Spot price of security AB Limited is 160 and risk-free return is 9%. And risk-free return is 9%. അപ്പോൾ ഇനിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണോ, അതോ ഇത് ഫ്യൂച്ചർ ആണോ, ഇത് ഓപ്ഷൻ ആണോ, ഇത് സ്വാപ്പ് ആണോ, ഇത് ഹെഡ്ജിങ് ആണോ എന്നുള്ളതൊക്കെ അറിയണം. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇത് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പൊ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ എന്താ ചോദിക്കുന്നത്? തിയററ്റിക്കൽ പ്രൈസ് ആണ് ചോദിക്കുന്നത് ഫ്യൂച്ചറിൽ. മെച്യൂരിറ്റി പീരീഡ് 1 month ആകുമ്പോൾ എത്രയാണ് എന്ന് പറഞ്ഞാൽ T1 ആണെങ്കിൽ എത്രയാണ്, 3 months ആണെങ്കിൽ എത്രയാണ്. അപ്പൊ T തന്നിട്ടുണ്ട്, 1 ആണെങ്കിൽ എത്രയാ, 3 ആണെങ്കിൽ എത്രയാ. പിന്നെ സ്പോട്ട് പ്രൈസ് തന്നിട്ടുണ്ട്. ഇപ്പൊ സ്പോട്ട് റേറ്റ് തന്നിട്ടുണ്ട് 160. റിസ്ക് ഫ്രീ റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ ആറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണുള്ള കാൽക്കുലേഷൻ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ആണ് പറയുന്നത്. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫോർവേഡ് പ്രൈസ്. ഇപ്പോൾ തിയററ്റിക്കൽ ഫോർമുല ഇതായിരുന്നു, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു എന്താ ഫോർമുല? സ്പോട്ട് റേറ്റ് multiplied by e raised to RT. അപ്പോൾ ഇതിൽ ഫസ്റ്റ് T1 month ആണെങ്കിൽ ഈക്വൽ ടു 160 ഇൻറ്റു e raised to R 1 month ആണ്. അപ്പോൾ 1 divided by 12, R 9% ആണ്. അപ്പോൾ R 9% എന്നുള്ളത് 0.09 ഇൻറ്റു T ആണ്. T എന്ന് പറയുന്നത് 1 month ആണ്, 1/12 ആണ്. ദിസ് ഈക്വൽ ടു 160 ഇൻറ്റു ഇ റേസ് ടു 0.09 ഇൻറ്റു 1 divided by 12. 1 divided by 12 equal to 0.083. Basically equal to 0.08. So 160 into e raised to 0.09 into 0.08 equal to e raised to 0.0072 ആണ്. e raised to 0.0072 ആണ്. 72 അല്ലെങ്കിൽ 75 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യൊന്നും വേണ്ട. ഈ ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കണേ. കാരണം എല്ലാ എക്സാമിനേഷനിലും നിങ്ങൾക്ക് ഈ ഇയുടെ വാല്യൂ അവർ തരും. അപ്പോൾ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് ഇവിടെ എഴുതാൻ മറന്നു പോയതാണ്. ഇ റേസ് ടു 0.0072യുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1.00758 ആണ്. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾക്ക് തരുന്നത് എക്സാക്റ്റ് ആയിട്ട് 0.0072 ഒന്നും ആയിരിക്കില്ല, 75 ഒക്കെ ആയിരിക്കും തരുന്നത്.
അപ്പോൾ നമ്മുടെ ഈ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ റൗണ്ടിങ് ഓഫ് എറർ കാരണമായിരിക്കും നിങ്ങൾക്ക് ആ വാല്യൂ ചെറിയ വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂയുടെ തൊട്ടടുത്തുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ആക്ച്വലി e⁻0075ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എനിവേ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് ഇനി ആൻസർ ചെയ്യാം. ഈക്വൽ ടു, ഇപ്പൊ നിങ്ങൾക്ക് ഇയുടെ വാല്യൂ തരും കേട്ടോ, പേടിക്കണ്ട, എക്സാമിനേഷൻ തരും. 160 ഇൻറ്റു 1.007528. So this is equal to 160 into 1.007528 equal to 161.20. 161.20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് 161.2 ആണ്. ഇത് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ആണ്. ആക്ച്വൽ ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആക്ച്വൽ ഡിഫറൻറ്റ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഹെഡ്ജും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, പതുക്കെ ലോഡ് കൂട്ടാം. അപ്പോൾ ഇതാണ് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, 3 മന്ത്സിന്റെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എന്തായിരിക്കും? T ഈക്വൽ ടു 3 മന്ത് ആണെങ്കിൽ ഫോർമുല സെയിം ആണ്. സ്പോട്ട് റേറ്റ് 160 ഇൻറ്റു e⁻RT. 6.09 ഇൻറ്റു ടി എന്ന് പറയുന്നത് 3/12 ആവും. 3/12. അപ്പോൾ 160 ഇൻറ്റു e⁻0.09 3 divided by 12 equal to 0.25. 0.25. So this is equal to 160 into 0.09 into 0.25 equal to e⁻0.0225. അപ്പോൾ പേടിക്കണ്ട, ഈ 0.0225ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും e⁻0.0225 equal to 1.02275. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അത് സ്പെല്ലിംഗ് പ്രിന്റിംഗ് എറർ ആണ്. അവർ ഈ ഒന്നും പ്രിന്റ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഈക്വൽ ടു, ഇപ്പൊ ഡ്രോ ഈക്വൽ ടു റെഡ് ബ്ലാക്ക് ഇങ്ക് 160 ഇൻറ്റു 1.02275 ഈക്വൽ ടു 160 into 1.02275 equal to 163.64. അപ്പോൾ തിയറി പ്രകാരം ഇത്രയെങ്കിലും ആവണം ഇതിന്റെ പ്രൈസ്. തിയററ്റിക്കലി ഇത്രയെങ്കിലും ആവണം ഇതിന്റെ പ്രൈസ്. ആക്ച്വലി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ പഠിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, വിത്തൗട്ട് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് ഇല്ലാതിരുന്നെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് തിയററ്റിക്കൽ പ്രൈസ് വെൻ ഡിവിഡൻഡ് ഈസ് നോട്ട് റിസീവബിൾ, വെൻ നോ ഡിവിഡൻഡ് ഈസ് റിസീവബിൾ ആണ് പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡിവിഡൻഡ് റിസീവബിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരികയാണ്. സപ്പോസ് ഈയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പൊ ഞാനിത് ഈയുടെ വാല്യൂ തരാതെ കണ്ടുപിടിക്കുന്നു. ഈയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഈയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ടി ഈക്വൽ ടു 1 മന്ത് ആകുമ്പോൾ അതൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർമുല ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി ആണ്. പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി. ഓക്കെ, സ്പോട്ട് പ്രൈസ് എത്രയാ? 160 പ്ലസ് ഈ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 160 ഉണ്ട്. അപ്പൊ ഈ 160 നമുക്ക് കിട്ടണം. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ്. മിനിമം ഇതെങ്കിലും കിട്ടണം. ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് 9% ഇൻറ്റു എത്ര മന്താ? 1 മന്ത്, 1/12. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 160 പ്ലസ് 160 സ്പോട്ട് റേറ്റ് ഇൻറ്റു 9% റിസ്ക് ഫ്രീ റിട്ടേൺ ഇൻറ്റു 1 divided by 12 ഈക്വൽ ടു 1.2. അപ്പോൾ ഈക്വൽ ടു 161.2. ഇനി നിങ്ങൾ നോക്കി, ഇതന്നെയല്ല നമുക്ക് കിട്ടിയത്. യെസ്, 161.2. ഇവിടെയും 161.2 സെയിം ആണ്. ഇനി ടി ഈക്വൽ ടു 3 മന്ത് ആകുമ്പോൾ സെയിം രീതിയിൽ നോക്കിയാൽ മതി. ടി ഈക്വൽ ടു 3 മന്ത് ആകുമ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി ആണ്. അതിൽ സ്പോട്ട് പ്രൈസ് 160 ആണ്. സ്പോട്ട് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞാൽ 160 ഇൻറ്റു നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് 9
അത് 3 മന്ത്സിനാണ്. ഈക്വൽ ടു 160 പ്ലസ് 160 ഇൻറ്റു 9% ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 160 into 9% into 3 divided by 12, 3.6 equal to 163.6. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. 163.64, ഇവിടെയും 163.6, ആൾമോസ്റ്റ് സെയിം. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട് റേറ്റ് നമ്മൾ ആ റിസ്ക് ഫ്രീ റിട്ടേണിന്റെ ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 160 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആ 160 രൂപ നമ്മളൊരു റിസ്ക് ഫ്രീ റിട്ടേണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലും കിട്ടും. ഒരു മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 160 ഇൻറ്റു 9% ഇൻറ്റു 1/12, അപ്പോൾ 1.2 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ 160 പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് 161.2. മറ്റേ 3 മാസം ആകുമ്പോൾ ഈ 160 രൂപ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഒരു റിസ്ക് ഫ്രീ റിട്ടേണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9% ഇൻട്രസ്റ്റ് കിട്ടും. ആ 9% ഇൻട്രസ്റ്റ് പെർ ആനാണ്. അപ്പൊ പെർ മന്ത് 3 മന്ത് ഇൻറ്റു 3/12, അപ്പൊ 3.6 ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ 3 മാസം കഴിയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത 160 രൂപയും പിന്നെ ആ ഇൻട്രസ്റ്റ് 3.6, 163.6, മിനിമം ഇത്രയെങ്കിലും കിട്ടണം. മിനിമം ഇതെങ്കിലും വേണം. അതാണ് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്. മിനിമം ഇത്രയെങ്കിലും ഇതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? തിയററ്റിക്കൽ ഫോർവേഡ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ഇതിലെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ടേംസ് പഠിച്ചു. പിന്നെ അതിന്റെ പ്രോബ്ലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഫോർവേഡ് പ്രൈസിന്റെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യും. ബാക്കിയുള്ള പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് തിയററ്റിക്കൽ പ്രൈസ് ഇപ്പൊ വിത്തൗട്ട് ഡിവിഡൻഡ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി വെൻ ഡിവിഡൻഡ് ഇസ് റിസീവബിൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിക്കുന്ന കുറച്ചും കൂടി കാൽക്കുലേഷൻ. തിയററ്റിക്കൽ പ്രൈസ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കുന്നത് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അപ്പോൾ ആർബിട്രേജ് എന്താണെന്നൊക്കെ മനസ്സിലാവണം. അതിനാണ് ആർബിട്രേജ് ആദ്യം എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്. ആ ഒരു പ്രൈസിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആർബിട്രേജ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ബേസിക് ക്ലാസ് ആണ്. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് പ്രോബ്ലത്തിന്റെ പൂരായിരിക്കും. അങ്ങോട്ട് കംപ്ലീറ്റ് പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ബേസിക് കിട്ടണം. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അവരോട് പറയാ, ഞാൻ മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ടാവും, യൂട്യൂബ് ചാനൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഫ്രണ്ട്സിനോട് പറയാം, തിയറി ആണ് ഫസ്റ്റ് എടുത്തത്, പക്ഷെ തിയറി ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിനെല്ലാം, കാരണം കുറച്ച് പേര് രാവിലെ ആയതുകൊണ്ട് തോന്നുന്നു ഒരു കുറച്ച് പേര് ആബ്സെന്റ് ആണ്. അപ്പൊ അവരോട് പറയണം, തിയറി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, തിയറി പ്യൂർ തിയറി അല്ല, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിന്റെ തിയറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേയുടെ മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ തോന്നുന്നു. ഇന്നലെ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഇതും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 or 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഏതോ ഒരു പെർട്ടിക്കുലർ ഡേറ്റിനുള്ളത് റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇന്നോ നാളെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാ ഈ തിയറി കേൾക്കണം, ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതും ഇൻഫോം ചെയ്യാം. താങ്ക് യു എവ്രി വൺ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.